الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم قل إن الخاسرين الذين خسروا أنفسهم وأهليهم يوم القيامة ألا ذلك هو الخسران المبين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംഘാടകരായ സഹപ്രവർത്തകരെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ പേമാരി വർഷിക്കുന്ന ഈ സമയത്ത് ഏറെ തിരക്കുകളും മറ്റ് എൻഗേജ്മെന്റ്സും എല്ലാം മാറ്റിവെച്ച് റബ്ബിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനുള്ള സദസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്വാനം അയാളുടെ ടെൻഷൻ, അയാളുടെ സമയവിനിയോഗം, അയാളുടെ അയാളുടെ ത്യാഗങ്ങൾ, അതെനിക്ക് ഓർക്കണം, അയാളുടെ എല്ലാ തരത്തിലുമുള്ള ആദികൾ, ഇതെല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് എന്നാണ് പറയാനുള്ളത്. ഈ കുടുംബത്തിന് നാം ഇൻവെസ്റ്റ് ചെയ്ത പണം, കുടുംബത്തിൽ നാം ഇൻവെസ്റ്റ് ചെയ്ത മാൻ പവർ, അതായത് നമ്മുടെ ആരോഗ്യം, കുടുംബത്തിൽ നമ്മൾ ചെലവഴിച്ച നമ്മുടെ സമയം, നീണ്ട വർഷങ്ങൾ, ഇതെല്ലാം ഒരു ഭൗതികമായ ഒരു ബിസിനസ്സിലോ മറ്റോ നാം ചെലവഴിച്ചിരുന്നെങ്കിൽ എത്രയോ അതിലൂടെ നമുക്ക് വരുമാനം ലഭിക്കുമായിരുന്നു. പക്ഷേ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തെക്കാളും ഭൗതികമായ സൗകര്യങ്ങളെക്കാളും സംവിധാനങ്ങളെക്കാളും നാം ഇത്രയധികം കുടുംബത്തിന് പ്രാധാന്യം കൊടുത്ത് അതിനുവേണ്ടി പണിയെടുത്ത് അധ്വാനിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
സ്വസ്ഥ സമാധാനമുള്ള ഒരു കുടുംബമില്ലാതെ ഒരു മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. പ്രളയഭൂമിയിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയി. ഒരു പുരുഷായുസ് കാലഘട്ടം താൻ അധ്വാനിച്ചുണ്ടാക്കിയ മുഴുവൻ സ്വത്തും മുതലും മണ്ണിനടിയിൽപ്പെട്ടപ്പോഴും സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിച്ച് അവർക്ക് നേരെ നീട്ടപ്പെട്ട ക്യാമറകളിൽ അവർ പറഞ്ഞത്, സ്വത്ത് നശിച്ചാലും ഞങ്ങളുടെ മക്കളെയും ഇണകളെയും ഞങ്ങൾക്ക് കിട്ടിയല്ലോ എന്നാണ്. സുഹൃത്തുക്കളെ, അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന നിരവധി സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, ആസ്വാദനത്തിന്റെ, ആശ്വാസത്തിന്റെ ഇടങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. കുടുംബം അനുഭവിച്ചിട്ടില്ലാത്തവർ, കുടുംബം ആസ്വദിച്ചിട്ടില്ലാത്തവർ, കുടുംബത്തെ കുറിച്ച് പലരും പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങളും ആരോപണങ്ങളും കേട്ട് കുടുംബം വേണ്ടെന്ന് വിചാരിക്കുന്നവരാണ്. ഭാര്യ ഭർത്താക്കന്മാരുടെ കലഹങ്ങൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. കുടുംബങ്ങളിൽ ശിഥിലമാകുന്ന ബന്ധങ്ങളും ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ ജീവിതത്തിലെ ദുരനുഭവങ്ങളും കുടുംബത്തെക്കുറിച്ച് ആരൊക്കെയോ നിറം പിടിപ്പിച്ച് എഴുതി പിടിപ്പിച്ച പലതരത്തിലുള്ള രചനകളും പോസ്റ്റുകളും ഷോർട്ട് മൂവികളും പലതരത്തിലുള്ള കുടുംബത്തിന് വിരുദ്ധമായ, കുടുംബത്തിനെതിരായ, കുടുംബമെന്ന മഹാപ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഇവിടുത്തെ ലിബറലിസ്റ്റുകളും വ്യത്യസ്തികളും സമുദായത്തെ തിന്മയിലേക്ക് നയിച്ച് അതിലൂടെ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന സകല കുബുദ്ധികളും ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചിട്ടുള്ള അസത്യങ്ങളുടെ പിന്നാലെയാണ് പലപ്പോഴും പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റെന്തിനേക്കാളും നമുക്ക് സമാധാനം നിശ്ചയിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിലാണ്. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ നല്ല എക്സിക്യൂട്ടീവ് ലുക്കിൽ, അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ച്, ഇന്നൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ധരിച്ച് ഒരു വ്യക്തി എന്റെ അടുക്കൽ വന്നിട്ട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പറയൂ, എന്താണ് താങ്കളുടെ പ്രശ്നം? അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ ഇട്ടുപോയി. അല്പം ചില വാചകങ്ങൾ പറഞ്ഞ് പൂർത്തീകരിക്കും മുമ്പ് അയാൾക്ക് അറിയാൻ തുടങ്ങി. എന്തിനും പോകുന്ന വലിയൊരു മനുഷ്യൻ, കാഴ്ചയ്ക്ക് ഒരു പ്രൊഫഷണൽ ലുക്കുള്ള മനുഷ്യൻ, കയ്യിൽ അത്യാവശ്യം കാശുള്ള മനുഷ്യൻ, അയാൾ കണ്ണീരൊഴുക്കിയത് തന്റെ ഭാര്യയും മക്കളും തന്നെ വിട്ടേച്ചു പോയി എന്നതിന്റെ പേരിലാണ്. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഈ കുടുംബം എന്നത് നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടിയാണ് ഒരു അനുഭവം ഞാൻ പറഞ്ഞത്. എന്തെല്ലാം ഒരാളുടെ കയ്യിലുണ്ടെങ്കിലും അയാൾക്കൊരു സമാധാനമുള്ള കുടുംബാന്തരീക്ഷം ഇല്ലെങ്കിൽ അത് അയാളുടെ മുഖത്ത് കാണും, അയാളുടെ പ്രവർത്തനങ്ങളിൽ കാണും, അയാളുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ കാണും. എന്നാൽ എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും കുടുംബം ഒരാളുടെ കൂടെയുണ്ടോ, ആ കരുത്തും ആ സമാധാനവും ആ സന്തോഷവും അയാൾക്ക് അനുഭവിക്കാൻ പറ്റും. പട്ടിണിയുടെ വറുതിയുടെ കാലത്ത് സഹാബത്ത് വീട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ച് പുറത്തു പോകും. ജോലിയൊന്നും ലഭിക്കാതെ, കൂലിയൊന്നും ലഭിക്കാതെ, ഭക്ഷണമൊന്നും ലഭിക്കാതെ അവർ തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന തന്റെ ഭാര്യമാർ രണ്ട് കൈകളും നീട്ടി അവരെ സ്വീകരിക്കും. എന്നിട്ട് അവർ പറയും, ഒന്നുമില്ലാതെ നിങ്ങൾ തിരിച്ചു വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ വിശപ്പ് സഹിച്ചോളാം. പക്ഷേ നാളെ നിങ്ങൾ ഹറാമ് ഞങ്ങൾക്ക് തീറ്റിച്ചതിന്റെ ഫലമായി നാളെ പടച്ചറബിന്റെ നരകത്തിന്റെ തീ ഞങ്ങൾക്ക് തിന്നാൻ കഴിയില്ലെന്ന് പറയുന്ന ഇണകൾ, അത്തരത്തിലുള്ള ഇണകൾ നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അതൊരു ഐശ്വര്യമാണ്. സൽസ്വഭാവമുള്ള ഒരു ഭർത്താവുണ്ടെങ്കിൽ, നല്ല ദീനീ ബോധമുള്ള, ഈമാനും തഖ്വയുമുള്ള, ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു ഇണയുണ്ടെങ്കിൽ, വഖൈറു മതാഇ ദുനിയ മർഅത്തുൻ സാലിഹ, ഈ ദുനിയാവ് മൊത്തത്തിൽ വിഭവങ്ങളാണ്, കാഴ്ചകൾ കണ്ണിനെ റാഞ്ചിയെടുക്കുന്നതാണ്. അനുഭവങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ആസ്വാദനങ്ങളുടെ തലങ്ങളെ തേടിപ്പോകാനുള്ള പ്രചോദനം നൽകുന്നതാണ്. ഈ ദുനിയാവിലെ ഭക്ഷണവും പാനീയങ്ങളും, ഈ ദുനിയാവിലെ അടിപൊളികളും എന്റർടൈൻമെന്റ്സും നമുക്ക് മനസ്സിനും ശരീരത്തിനും കുളിർമ പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ വഖൈറു മതാഇ ദുനിയ മർഅത്തുൻ സാലിഹ, ഈ ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവം അത് ദീനുള്ള ഒരു പെണ്ണ്. നിന്റെ പെൺകുട്ടിക്ക് നീ അന്വേഷിക്കുന്നുവെങ്കിൽ സൽസ്വഭാവമുള്ള ഒരുത്തിന് അന്വേഷിക്കണം. സൽസ്വഭാവമുള്ള ഒരുത്തൻ നിന്റെ മകളെ വിവാഹം അന്വേഷിക്കാൻ വന്നാൽ നീ അവൾക്ക് അവനെ കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർദി വഫസാദ, ഫിത്നയും ഫസാദും ഭൂമിയിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു നമ്മിൽ ഊട്ടിയിട്ടുള്ള
വല്ലാത്തൊരു കാരുണ്യവും സ്നേഹവും. ആ സ്നേഹത്തിന്റെ, ഇണക്കത്തിന്റെ, സാഹോദര്യത്തിന്റെ, കൂട്ടിന്റെ, താങ്ങിന്റെ, തണലിന്റെ പേരാണ് കുടുംബം. ഉമ്മയിൽ നിന്ന് കുഞ്ഞിന് ലഭിക്കുന്ന സ്നേഹം, കുഞ്ഞുങ്ങളിൽ നിന്ന് നമുക്ക്, മക്കൾക്ക്, നമ്മുടെ പാരന്റ്സ്, ബാപ്പക്ക്, ഉമ്മക്കും ലഭിക്കുന്ന സ്നേഹം, ഇത് മക്കളില്ലെങ്കിൽ ലഭിക്കുമോ സഹോദരന്മാരെ? ഇത് പാരന്റ്സ് ഇല്ലെങ്കിൽ ലഭിക്കുമോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ആ ഒരു ഇണക്കവും, ആ ഒരു സ്നേഹവും, ആ ഒരു കരുതലും, ആ ഒരു കാവലും, ആ ഒരു എന്തും ത്യജിക്കാനുള്ള സന്നദ്ധതയും. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ ഒരു നല്ല ആരോഗ്യമുള്ള യുവാവ് പിക്ക് ചെയ്യാൻ വന്നു. കാറുമായിട്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകാൻ. അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തിന്റെ വിവരങ്ങളെല്ലാം ചോദിച്ചു. അദ്ദേഹം അവസാനം പറഞ്ഞു, ഞാൻ രോഗിയാണ് ഉസ്താദേ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അസുഖം? എന്റെ 2 കിഡ്നിയും ഫെയിലിയർ ആയിരുന്നു. എന്റെ ഉമ്മയാണ് എനിക്കൊരു കിഡ്നി നൽകിയത്. എന്റെ ഉമ്മയുടെ കിഡ്നിയിലാണ് ഞാനിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രതിമാസം എനിക്കും എന്റെ ഉമ്മക്കുമായിട്ട് 10-30 രൂപ മരുന്ന് കഴിക്കാൻ ചിലവായിട്ട് വരുമെന്ന് അദ്ദേഹം പറയാം. സ്വന്തം മകനെ കഷ്ടപ്പെട്ട് പ്രസവിച്ച് പോറ്റി വളർത്തി ഒന്നിനും മാത്രമാക്കി എന്ന് മാത്രമല്ല, ആ മകൻ യുവാവായി നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നതിനിടക്ക് 2 കിഡ്നിയും ഫെയിലിയർ ആണെന്നറിഞ്ഞപ്പോൾ സ്വന്തം കിഡ്നി ദാനം ചെയ്യാൻ ഒരു ഉമ്മ തയ്യാറായിട്ട് സ്വയം രോഗം, സ്വയം മരുന്ന്, വീണ്ടും സ്വന്തം മകന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരു ഉമ്മയുടെ ആ സ്നേഹം എത്രയാണ്! കാമുകിക്ക് വേണ്ടി ഉമ്മയെ കൊന്ന് ഉമ്മയുടെ കരളും പറിച്ചോടുന്ന മകന്റെ കഥ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. സ്വന്തം ഉമ്മയുടെ കരള് പകുത്തു നൽകണമെന്ന കാമുകിയുടെ ആവശ്യം അയാൾ പൂർത്തീകരിക്കാൻ സ്വന്തം ഉമ്മയെ കൊന്ന് കരളുമായി തോടുമ്പോൾ, അയാൾ കല്ലിൽ തട്ടി തെറിച്ചു വീഴുമ്പോൾ, ആ പിടക്കുന്ന മാതാവിന്റെ ഹൃദയം ചോദിച്ചു അത്രേ, മകനെ നിനക്ക് വല്ലതും സംഭവിച്ചോ? അതാണ് മാതൃസ്നേഹമെന്ന് പറയുന്നത്. വാക്കുകൾ കൊണ്ടളക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് പിതാവ്. കാണുമ്പോൾ ചിരിക്കുന്നു, പ്രയാസമില്ലാത്ത പോലെ അഭിനയിക്കുന്നു, സാമ്പത്തിക കുടുക്കുകളില്ലെന്ന് മക്കളെയും ഭാര്യയെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ടെന്നും നല്ല ജോലിയിലാണെന്നും കുടുംബത്തിലുള്ളവരെയും നാട്ടിലുള്ളവരെയും അയാൾ കാണിച്ചു തെളിയിക്കുന്നു. പക്ഷേ അയാൾ സമയത്തിന് ഭക്ഷണം കഴിക്കാറില്ല, കൃത്യമായി ഉറക്കം ലഭിക്കാറില്ല. മനസ്സമാധാനം എന്നത് വീട്ടിൽ കയറി ചെന്നാൽ പോലും അയാൾക്ക് കിട്ടാത്ത അവസ്ഥയാണ്, അല്ലേ? പക്ഷേ ബാപ്പയൊന്ന് കണ്ണ് നനയ്ക്കുന്നതോ, അദ്ദേഹം ഒന്ന് തൊണ്ടയിടറി സംസാരിക്കുന്നതോ, അയാളുടെ വിഷമങ്ങൾ ഉമ്മമാരും മക്കളും പറയുന്നത് പോലെ പറയുന്നതോ ആരും കാണാറില്ല, ആരും കേൾക്കാറില്ല, ആരും അയാളോടത്തെ ചോദിക്കാറുമില്ല. മനക്കരുത്തിന്റെ ആൾരൂപമായി അഭിനയിക്കുന്ന കുടുംബത്തിലെ നടനാണ് നമ്മുടെ പിതാവ് എന്ന് പറയുന്നത്. ആ പിതാവിന് കുടുംബത്തോടുള്ള സ്നേഹം, അല്ലെ? നമ്മുടെ മക്കൾക്ക് നമ്മളോടുള്ള സ്നേഹം. മക്കളെയും കൂട്ടി ഒരിടത്തേക്ക് പോകാൻ വേണ്ടി കാറെടുത്ത് തയ്യാറായി നിൽക്കുമ്പോ മക്കൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ചില്ലറക്കാശ് കയ്യിൽ തന്നു, എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ കയ്യില് പൈസ കുറവല്ലേ, ഞങ്ങളുടെ അടുത്തുള്ള പൈസ ദാ, ഇതും കൂടി ചേർത്തോളി എന്നതാണ്. സുഹൃത്തുക്കളെ, അവർ നമ്മോട് കാണിക്കുന്ന സ്നേഹം, അവർ നമ്മളോട് കാണിക്കുന്ന ആ കരുതൽ, പറയുമ്പോൾ ഒരു പക്ഷേ അനുസരണക്കേട് കാണിക്കുമെങ്കിലും ഉമ്മക്ക് വല്ലതും സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഉപ്പക്ക് വല്ലതും പറ്റി എന്ന് പറയുമ്പോൾ, നാം തള്ളിമാറ്റിയ, നാം ഒരിക്കലും നന്നാവില്ലെന്ന് പറഞ്ഞ അവന്റെ ഹൃദയം പിടക്കുന്നു, അവന്റെ കണ്ണുകൾ നനയുന്നു, അവൻ ഓടിക്കിതച്ച് ഉമ്മയുടെ അടുക്കിലേക്ക്, ഉപ്പയുടെ അടുക്കിലേക്ക് വരുന്നു. ആ സ്നേഹം ഉണ്ടായത് എങ്ങനെയാണ്? അത് കുടുംബം ഉണ്ടായതുകൊണ്ട്. പലപ്പോഴും കുട്ടികൾ പറയും, എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആണ് വലുത്, അത് കഴിഞ്ഞിട്ട് എങ്ങളൊക്കെ ഉള്ളൂ. നീ ഒരു മൂലയിൽ കാഷ്ടിച്ചും മൂത്രിച്ചു ഈ വലിയ പ്രായത്തിൽ കിടന്നാൽ നിന്റെ ചങ്ക് ബ്രോസ്, നിന്റെ മാലിന്യം വൃത്തിയാക്കാൻ എത്ര ദിവസം ഉണ്ടാകും? ദുർഗന്ധം വമിക്കുന്ന മാരകമായ ക്യാൻസർ, മലദ്വാരത്തിൽ ക്യാൻസർ ബാധിച്ച് ഗ്ലൗസ് ഇട്ട് മാലിന്യങ്ങൾ വലിച്ചെടുക്കുന്ന അവസ്ഥകൾ, പരീക്ഷണങ്ങൾ. പടച്ചറബ് എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ ആരാണ് നമ്മളെ നോക്കാനുണ്ടാവുക? ആരാണ് ആ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കാനുണ്ടാവുക? എത്ര പ്രായമായാലും, എത്ര കഴിവില്ലായ്മയുണ്ടെങ്കിലും നമ്മളൊന്ന് മൂലയിൽ കിടന്നാൽ നമ്മെ സ്നേഹിക്കാൻ, നമ്മെ താലോലിക്കാൻ, നമ്മെ പരിചരിക്കാൻ, നമ്മുടെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കാൻ ഈ രക്തബന്ധുക്കളല്ലാതെ ആരാണുണ്ടാവുക?
കൂട്ടുകാരുടെ കൂടെ കൂടി കഞ്ചാവിൽപ്പെട്ട ഒരു സഹോദരൻ പോലീസ് പിടിച്ച് ശക്തമായ ക്രൂരമായ പീഡനങ്ങൾ അയാൾ അനുഭവിച്ച് ജയിലിൽ കിടക്കുമ്പോൾ കൈമാറ്റം ചെയ്ത് കഞ്ചാവുകൾ പലയിടങ്ങളിലേക്കും എത്തിക്കാൻ കൂടെ നിന്ന ആളുകൾ ഒരാളും തന്നെ അവിടെ വന്ന് കയറിയതവൻ കണ്ടില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയിലും ആ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ പ്രായമായ ഉമ്മയും ഉപ്പയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പോലീസുകാരോട് പറയുന്നത്, എന്റെ മകനെ നിങ്ങൾ വിട്ടുതരണമെന്ന്. ആ ഉമ്മയുടെയും ഉപ്പയുടെയും ആ കരുതലും ആ സ്നേഹവും കണ്ട അയാൾ തന്റെ മോശപ്പെട്ട വലിയ വരുമാനം ലഭിക്കുമെങ്കിൽ പോലും തന്റെ കൂടെയുള്ള ആളുകളെ കൊണ്ട് തനിക്കൊരു ഉപകാരവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവൻ ദീനിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും തിരിച്ചു മടങ്ങിയ അനുഭവങ്ങൾ നമ്മുടെ പരിസരങ്ങളിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഈമാൻ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഇതെല്ലാം കുടുംബമാണ്. വാചകങ്ങൾ കൊണ്ട് വർണ്ണിക്കാനാകാത്ത ആ സ്നേഹബന്ധത്തിന്റെ പേരാണ് കുടുംബം എന്ന് പറയുന്നത്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അത്ഭുതമാക്കി വെച്ചിരിക്കുകയാണ്. ഈ കുടുംബം നമുക്ക് എന്തിനുള്ളതാണ്? നമുക്ക് സമാധാനത്തിനുള്ളതാണ്, സന്തോഷത്തിനുള്ളതാണ്. മസ്കൻ എന്നാണ് വീടിന് പേര്. മസ്കൻ. എന്നെ വിളിച്ചിട്ട് ഒരാൾ ചോദിച്ചു, നമുക്ക് വീടിന് ജന്നത്ത് എന്ന് പേര് വെക്കാമെന്ന്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട്, നിങ്ങൾക്ക് എന്ത് പേരും വെക്കാം, പക്ഷെ നിങ്ങൾ വെക്കുന്ന പേരായിക്കൊള്ളണമെന്നില്ല ആ വീട്ടിൽ നടക്കുന്ന ജീവിതം. ആ വീടിനൊരു പേരില്ലെങ്കിലും ശരി, ആ വീട്ടിൽ നല്ല ഒരു കുടുംബ ജീവിതം നടക്കുന്നുണ്ടെങ്കിൽ ആ വീട് ജന്നത്തായിരിക്കും ഈ ദുനിയാവിലെ. ആ വീട് മസ്കനായിരിക്കും. ആ വീട് നിങ്ങളുടെ ആശ്വാസ കേന്ദ്രമായിരിക്കും. ആ വീട് നിങ്ങളുടെ കണ്ണീരിനുള്ള ഒരു ഇടമായിരിക്കും. ആ വീട് നിങ്ങളുടെ നഷ്ടങ്ങൾക്ക്, നിങ്ങളുടെ തകർച്ചകൾക്ക്, നിങ്ങളുടെ പ്രയാസങ്ങൾക്ക് നിങ്ങൾക്കൊരു അത്താണിയായി, താങ്ങായിട്ട് ആ വീട് മാറും. രാത്രി 12 മണിക്കും ചെക്കന്മാര് കടത്തിണ്ണയിലാണ്. എന്തേ? വീട്ടിൽ കൂട്ടൊന്നും കിട്ടാനില്ല. വീട്ടിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. എന്തേ വീട്ടിൽ പോകാൻ അവരുടെ മനസ്സ് അവർക്ക് പ്രചോദനം നൽകുന്നില്ല? എന്തേ? വീട്ടിനേക്കാളും അവർക്ക് സുഖവും സമാധാനവും അങ്ങാടിയിൽ ഏറുമാടത്തിൽ കയറിയിരുന്ന് കൂട്ടുകാരോടൊപ്പം സൊറ പറയുമ്പോഴാണ്. ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഉണ്ടെന്നത് നമ്മൾ വിസ്മരിക്കുന്നില്ല. അതോടൊപ്പം വീട് എന്നത് അങ്ങനെ ഒരു അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് മാറാത്ത ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ജീവിക്കുകയാണ്. അവനവന് കിട്ടാനുള്ളത് അവനവൻ എന്താണെന്ന് മനസ്സിലാക്കി അത് നേടിയെടുക്കാം. എന്താണോ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖമായിട്ട് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത് ജീവിക്കുക എന്നതിനപ്പുറത്ത് യാതൊരു തരത്തിലുമുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇല്ലാത്ത ഒരു ജീവിതമായി ഇന്നത്തെ ജീവിതം മാറുകയാണ്. സുഹൃത്തുക്കളെ, ഏറ്റവും നല്ല സമാധാനത്തിന്റെ തീരമായി, കേന്ദ്രമായി നമ്മുടെ വീടുകൾ മാറണം. ഇവിടെ മാത്രമല്ല, സമാധാനത്തിന്റെ ഏതെല്ലാം ഡെഫിനിഷൻ, ഏതെല്ലാം അനുഭവങ്ങൾ, ഏതെല്ലാം വ്യാഖ്യാനങ്ങൾ, ഏതെല്ലാം അടിക്കുറിപ്പുകൾ നമ്മൾ വീടിന്, നമ്മുടെ കുടുംബത്തിന് ഇവിടെ ചാർത്തിക്കൊടുത്താലും ഇവിടെ രോഗങ്ങളും പ്രയാസങ്ങളും കടക്കണികളും ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകും. ഇന്നുവരെ കുടുംബത്തിൽ ഒരു മെമ്പറും മരിച്ചു പോയിട്ടില്ലാത്ത കുടുംബത്തിന്റെ അവസ്ഥ മാറുന്ന നിമിഷമാണ് ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിക്കുന്നതോടുകൂടെ ഉണ്ടാകുന്നത്. എത്ര സമാധാനത്തോടെ ജീവിച്ചാലും ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചു പോകുമ്പോൾ, ഭർത്താവ് മരിക്കുന്ന ദിവസം, ഭാര്യ മരിക്കുന്ന ദിവസം, ഒരു കുഞ്ഞ്, അല്ലെ, ഏറ്റവും ചെറിയ കുഞ്ഞ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതിനിടയിൽ മത്സ്യം വളർത്താൻ ഉണ്ടാക്കിയ കുളത്തിൽ വീണ് അവൻ മരണപ്പെടുന്നു. അതോടുകൂടെ ആ കുടുംബത്തിൽ മൂകതയാണ്, ആ കുടുംബത്തിൽ കണ്ണീരാണ്, ആ കുടുംബത്തിൽ എല്ലാ സൗകര്യങ്ങളും സെറ്റപ്പും ഉണ്ടെങ്കിലും ആ കുടുംബത്തിലെ ഒരു മെമ്പറുടെ വിയോഗം അവിടെ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. എത്ര സമാധാനമുണ്ടെങ്കിലും എത്ര സന്തോഷമുണ്ടെങ്കിലും ഇവിടം നമുക്കൊരുപാട് പ്രതിസന്ധികളെ താണ്ടിക്കടക്കേണ്ടതുണ്ട്, പ്രയാസങ്ങളെ എടുത്ത് ചാടിക്കടന്ന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എന്നാൽ സ്വസ്ഥമായി സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച പരലോകം, അവിടെ നമുക്ക് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നഷ്ടപ്പെടാൻ പാടില്ല. സമാധാനത്തിന്റെ പൂർണ്ണത ലഭിക്കുന്ന ആ സ്വർഗത്തിലേക്ക് എത്തണം ഈ കുടുംബം. ഇവിടം മാത്രമല്ല, ഇവിടം സമാധാനത്തോടെ ജീവിച്ച് സമാധാനത്തിന്റെ ദാറുസ്സലാമിൽ ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ പ്രവേശിച്ചോളൂ എന്ന് പറയുന്ന ആ സ്വർഗം ആർക്കുള്ളതാണ്? ആ സ്വർഗം സൂറത്തുൽ റഅദിന്റെ 23-24 ആയത്തിൽ അല്ലാഹു പറയാണ്, ജന്നാത്തു അദ്ൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം
وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب جنات عدن. എന്താ അദിൻ തോട്ടെന്ന് പറഞ്ഞാൽ? അദിൻ തോട്ടെന്ന് പറഞ്ഞാൽ നിത്യതയുടെ സ്വർഗം, നിത്യവാസത്തിന്റെ ലോകം. അത് ഇവിടെയല്ല. 117 ബില്യൺ പീപ്പിൾ അപ്രോക്സിമേറ്റ്ലി മരണപ്പെട്ടിട്ടുണ്ടെന്ന ഗൂഗിളിന്റെ കണക്ക്. 117 ബില്യൺ, അതിനേക്കാൾ കൂടുതൽ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആരവിടെ നിന്ന്? ആരുമില്ല. നമ്മളൊക്കെ പോവാനുള്ള അടുത്ത ജനറേഷൻ വരും, അടുത്ത ഫാമിലീസ് വരും, അല്ലെ? അടുത്ത ബിസിനസ്മാൻമാർ വരും, എഞ്ചിനീയർമാർ വരും, ഡോക്ടർമാർ വരും. നമ്മൾ ഇരുന്ന സ്ഥലങ്ങളിലേക്ക് അവരെല്ലാവരും ഇരിക്കും. അള്ളാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തീർക്കുമാറാവട്ടെ. എന്നാൽ നിത്യതയുടെ ലോകം അത് സ്വർഗമാണ്. സ്ഥായിയായി ജീവിതം, ഇവിടെ മാത്രമാണ് ജീവിതം, ഇവിടെ തന്നെയാണ് ജീവിതം, ഇവിടെ അടിച്ചു പൊളിക്കുക എന്ന് പറയുന്നവരോട് ന്യായമായും ചില ചോദ്യങ്ങളുണ്ട്. എങ്കിൽ മനുഷ്യൻ ഇവിടെ മരിക്കുന്നല്ലോ, മരിക്കാൻ പാടില്ലല്ലോ. വാർദ്ധക്യം ബാധിക്കുന്നല്ലോ, അത് പാടില്ലല്ലോ. ഇവിടെ അന്ധന്മാരുണ്ട്, ഇവിടെ രോഗികളുണ്ട്, ഇവിടെ പ്രയാസമുള്ളവരുണ്ട്. ഫലസ്തീനിലെ പിഞ്ചു ബാല്യങ്ങൾ എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവരുടെ രക്ഷിതാക്കളെ, അവരുടെ മാതാക്കളെ ഇസ്രായേലി ഭരണാധികാരികൾ, പട്ടാളക്കാർ നിഷ്കരുണം കൊന്നൊടുക്കിയത്? അവരോട് പറയാമോ ജീവിതം ഇവിടം മാത്രമേ ഉള്ളൂ എന്ന്? രോഗികളോട് പറയാമോ ഇവിടം മാത്രമാണ് ജീവിതമെന്ന്? ജനിച്ച പിറ്റേ ദിവസം തന്നെ വീട്ടിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളോട് പറയാമോ ഇവിടെ തന്നെ ജീവിതമുള്ളൂ എന്ന്? അതുകൊണ്ട് ഈ ലോകം ഒരിക്കലും ഒരു സ്ഥിരമായ വാസത്തിന് അത് ഒരുക്കി വെച്ചതല്ല. സ്ഥിരമായ വാസത്തിന് എല്ലാ തരത്തിലുമുള്ള ഹൈ ഫെസിലിറ്റീസോടുകൂടെ, ഒരു കണ്ണും ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, ഒരു കാതും ഇന്നേവരെ കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും ഇന്നേവരെ വിഭാവനം ചെയ്തിട്ടില്ലാത്ത സുഖാനുഗ്രഹങ്ങളുടെ സ്വർഗം പടച്ചറമ്പ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആര് പോകും? അതിൽ പ്രവേശിക്കും ആര്? വിശ്വാസികൾ. അവരുടെ നല്ല പിതാക്കന്മാർ, അവരുടെ ഇണകൾ, അവരുടെ മക്കൾ. സ്വർഗത്തില് നമ്മളും നമ്മുടെ രക്ഷിതാക്കളും നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും സ്വർഗത്തിൽ പോകണം. മലക്കുകൾ എല്ലാ ഡോറിലൂടെയും അവരിലേക്ക് കയറി വരും. എന്നിട്ട് അവർ ഇവരോട് വിളിച്ചു പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് സമാധാനം. എന്തിനാ സമാധാനം? ബിമാ സബർതും, നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം. സുഹൃത്തുക്കളെ, ഇതേ കുടുംബത്തോടൊപ്പം സമാധാനത്തിന്റെ കേന്ദ്രമായ സ്വർഗം വരെ ഈ സമാധാനം നിലകൊള്ളണം. ഈ കുടുംബം നിലകൊള്ളണം. ഇല്ലെങ്കിലോ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം അതായിരുന്നു. ജീവിതത്തിൽ നമുക്കിപ്പോ സംഭവിച്ച നഷ്ടങ്ങളും നല്ല നഷ്ടം. പിന്നെ ഏറ്റവും വലിയ നഷ്ടം എന്താണ്? يوم القيامة ألا ذلك هو الخسران المبين. قل നബിയെ പറയുക, ഇന്നൽ ഖാസിരീന, തീർച്ചയായിട്ടും നഷ്ടക്കാർ അവരാരാ? അല്ലദീന ഖസിറു അൻഫുസഹും, സ്വന്തത്തെ നഷ്ടപ്പെട്ടവരാണ്. വഅഹ്ലീഹിം, കുടുംബത്തെ നഷ്ടപ്പെട്ടവരാണ്. എവിടെ? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അവർക്കാകുന്ന ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയാം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറയാൻ, തഫാറഖു ഫലാ ഇൽതിഖാഅ ലഹും അബദ സവാഅൻ നഹബ അഹ്ലൂഹും ഇലൽ ജന്ന വഖദ് ദഹബൂഹും ഇലൻ നാർ. എന്താ പറഞ്ഞത്? ആരാണവർ? പാപികളായ ആളുകൾ, കുഫാറുകളായ ആളുകൾ, ദീന് പാലിക്കാത്ത ആളുകൾ. അവർ പരസ്പരം കാണാത്ത അവസ്ഥ ഉണ്ടാവും. അവരൊരിക്കലും കണ്ടുമുട്ടൂല. ഏതൊരവസ്ഥയിലാണോ എവിടെയാണോ കഴിയുന്നത് അവർ ഒരിക്കലും കണ്ടുമുട്ടാത്ത സാഹചര്യം ഉണ്ടാകും. അവർ ഒരിക്കലും കണ്ടുമുട്ടൂല. അവർക്കൊരിക്കലും സന്തോഷം ഉണ്ടാവില്ല. സ്വർഗം വരെ നമുക്ക് നിലനിർത്താം. അതിനെന്താണ് സുഹൃത്തുക്കളെ മാർഗം? അതിനുള്ള മാർഗം എന്ന് പറയുന്നത് ആർഭാടമല്ല, ഭൗതിക സൗകര്യങ്ങളല്ല, വീടിന്റെ സ്ക്വയർ ഫീറ്റ് അല്ല, മറിച്ചോ ദീനുണ്ടാവുക എന്നതാണ്. ഖുർആൻ 3 ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് നൂഹ് നബിയുടേതാണ്,
وهي تجري بهم في موج كالجبال ونادى نوح ابنه وكان في معزل يا بني اركب معنا ولا تكن مع الكافرين. ശക്തമായ പ്രളയത്തിൽ കപ്പലിൽ പോവാണ് ആര്? നൂഹ് നബിയും തന്നിൽ വിശ്വസിച്ച ഈമാനുള്ള അഹലുകാരും. മകനെ വിളിക്കുന്നു, പൊന്നുമോനെ ഇർകബ് മഅനാ, ഞങ്ങളുടെ കൂടെ ഈ കപ്പലിൽ കയറൂ. വലാ തകും മഅൽ കാഫിരീൻ, നീ കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഒരു പ്രവാചകന്റെ വിളിയാണ്, ഒരു പ്രവാചകന്റെ വിളിയാണ്. അല്ലാഹുവിനോട് ഖേദം പ്രകടിപ്പിക്കാണ്. പടച്ചോനെ, നീ പറഞ്ഞതല്ലേ എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുമെന്ന്. ഇന്നഹു മിൻ അഹ്ലി, അല്ലാഹുവേ എന്റെ മകൻ അവനിതാ മുങ്ങിത്താഴുന്നു, അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. അല്ലാഹു വിളിച്ചു പറഞ്ഞു, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. മകൻ കേറാതെ വന്നപ്പോഴേ വല്ലാത്ത വിഷമം. ونادى نوح ربه فقال رب إن ابني من أهلي وإن وعدك الحق وأنت أحكم الحاكمين. സൂറത്ത് ഹൂദിന്റെ 45-ാമത്തെ ആയത്താണ്. പടച്ചോനെ, എന്റെ കുടുംബക്കാരനാണ്, എന്റെ രക്തബന്ധുവാണവൻ, അവനെ രക്ഷപ്പെടുത്തണം. നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ, നീ ഏറ്റവും നന്നായി വിധിക്കുന്നവനാണല്ലോ, അതുകൊണ്ട് എന്റെ മകനെ കയറ്റണം. അള്ളാന്റെ വിളി, നൂഹേ, ഓൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, ഓൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ഇന്നഹു അമലുൻ ഗൈറു സാലിഹ് ഫലാ തസ്അൽനി മാ ലൈസ ലക ബിഹി ഇൽം ഇന്നി അഇദുക അൻ തകൂന മിനൽ ജാഹിലീൻ. അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ അമലുൻ ഗൈറു സാലിഹ്, അവൻ ദുഷിച്ച ഒരുത്തനാണ്. അതുകൊണ്ട് ഫലാ തസ്അൽനി, നീ എന്നോട് ചോദിക്കല്ലേ, മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്ത കാര്യത്തെക്കുറിച്ച് നീ എന്നോട് ചോദിക്കല്ലേ. ഇന്നി അഇദുക, ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. എന്തിനെ? അൻ തകൂന മിനൽ ജാഹിലീൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മകനും ഭാര്യയും നരകത്തിലാണ്. ഇവിടെ ഒരുമിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല, പരലോകത്ത് വേറെ ആവുകയാണ്. രണ്ടാമത്തത് ഇബ്രാഹിം നബിയുടെ ചരിത്രമാണ്. ഇബ്രാഹിം നബി പരലോകത്ത് ആസറിനെ കണ്ടുമുട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അല്ലാഹുവേ എന്റെ പിതാവ്, യാ റബ്ബ് ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിനി യൗമ യബ്അതൂൻ. പടച്ചോനെ, നീ എന്റെ കുടുംബത്തെ എന്നെ പരലോകത്ത് വെച്ച് നിന്ദിക്കുകയില്ലെന്ന് നീ പറഞ്ഞതാണല്ലോ. എന്റെ പിതാവിനെ നരകത്തിനേക്കാളും വലിയ നിന്ദ വേറെ എന്താണുള്ളത്? അല്ലാഹു പറയണേ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിം, കുഫാറുകൾക്ക് ഞാൻ സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിട്ടുണ്ട്, എന്റെ വാപ്പേട്ടുകാരല്ല. ഇബ്രാഹിം നബിയുടെ കാൽക്കീയിലേക്ക് ഒരു ജന്തുവിനിട്ട് കൊടുത്തിട്ട് ഇബ്രാഹിം നബിന്റെ ബാപ്പ ആസറിന്റെ അടുത്ത് നരകത്തിൽ കയറിയിരുന്നു. നൂഹ് നബിനെ സ്വർഗത്തിലാക്കിയിട്ട് നൂഹ് നബിന്റെ ഭാര്യയും നൂഹ് നബിന്റെ മകനെയും നരകത്തിൽ കയറിയുന്ന മൂന്നാമത്തെ സംഭവം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മാതാവിന്റെ ഖബർ സന്ദർശിക്കാൻ അനുവാദം ചോദിച്ച സന്ദർഭമാണ്. അല്ലെ, അനുവാദം കൊടുത്തു. റസൂൽ പോയി. ഉമ്മന്റെ ഖബർ നിരത്തിയപ്പോ നബി കരഞ്ഞു. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, അല്ലാഹു എനിക്ക് മാതാവിന്റെ ഖബർ സന്ദർശിക്കാൻ അനുവാദം തന്നു. ഞാൻ എന്റെ മാതാവിന് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു എനിക്ക് വിലക്കുകയുണ്ടായി. കാരണം എന്റെ മാതാവ് പാരമ്പര്യ വിശ്വാസത്തിൽ മരിച്ചുപോയ സ്ത്രീയാണ്. ആലോചിക്കാൻ. അപ്പൊ സുഹൃത്തുക്കളെ, ഇവിടെയും നാളെ പരലോകത്തും സമാധാനം കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത് എന്താണ്? ഈമാനാണ്. ഈമാനാണ്, ദീനാണ്. ആ ദീനിലൂടെ മാത്രമേ അത് കിട്ടുള്ളൂ. വല്ലദീന ആമനു വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം ശൈഅ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. വിശ്വസിച്ചവർ, ഈമാനിൽ അവരോട് ചേർന്ന് അവരുടെ മക്കൾ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, അവരെ പരലോകത്ത് അവരുടെ മക്കളുമായിട്ട് അല്ലാഹു കൂട്ടിച്ചേർന്നു.
വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിന്റെ 82-ാമത്തെ ആയത്തിൽ പറയാണ് അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിച്ചവർ എങ്ങനെ വിശ്വസിക്കണം? വലം യൽബിസൂ ഈമാനഹും ബിദുൽം, അവരുടെ ഈമാനിൽ ഒരു ദുൽമും കലരാൻ പാടില്ല. നബിയോട് ചോദിച്ചു, നബിയെ ഈമാനിന്റെ ദുൽമോ ഏതാണ് ആ ദുൽമ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശം ആ ആയത്ത് ഓതിക്കൊടുത്തു. എന്താ ഉപദേശം? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, പൊന്നുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുൽമാണ്. അപ്പൊ ഈമാനിൽ ദുൽമ കരരാത്ത തൗഹീദിന്റെ വക്താക്കൾ അവർക്കാകുന്ന പടച്ചോൻ സ്വർഗമൊരുക്കിച്ചത്. ആ ദീൻ മനസ്സിലായി, ആ ദീനാണ് നമ്മുടെ കുടുംബത്തിൽ ആദ്യം ഊട്ടി ഉറപ്പിക്കുന്നത്. ദീനുള്ള ആളാകാറുണ്ട അത് തൗഹീദാണ്. മനസ്സിലായി, ഖുർആനും സുന്നത്തും നമ്മുടെ കുടുംബത്തിന്റെ ആധാരമായി അവലംബമായി കാറ്റലോഗായി മാറണം. ആ കുടുംബത്തിൽ നടക്കുന്നതെല്ലാം ഖുർആനും സുന്നത്തും പാലിച്ചിട്ടായിരിക്കണം. അങ്ങനെ ആവുമ്പോ സമാധാനം ഉണ്ടാകും. കല്യാണം നിക്കാഹ് മാത്രം ദീന്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ എന്താണോ ക്യാമറാമാൻമാർ പറയുന്നത്, ഇവന്റ് മാനേജ്മെന്റ് പറയുന്നത്, അതിനനുസരിച്ച് അഭിനയിക്കാം. സ്വന്തം വ്യക്തിത്വം പോലും പണയപ്പെടുത്തിയിട്ട് കഷ്ടപ്പെട്ട് ജാള്യത ഏറ്റുവാങ്ങിയിട്ടാണ് പലരും ഇത് ചെയ്യുന്നത്. നമ്മളത് ചെയ്തില്ലെങ്കിലോ സമൂഹത്തിൽ നമ്മളൊരു പിന്നോക്കക്കാരനായി മാറൂലേ? ആളുകൾ മുമ്പിൽ മോശക്കാരനായി മാറൂലേ? നാളെ സ്റ്റാറ്റസ് വെക്കാൻ എന്തുണ്ടാവുക? ഇതൊക്കെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. സുഹൃത്തുക്കളെ, നിക്കാഹ് മാത്രം ദീനായ പോരാ, ബാക്കിയെല്ലാം ദീനായി. നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം. എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തിയാൽ അതിനെ പിൻപറ്റുന്നവർക്ക് ദുഃഖം ഉണ്ടാവില്ല, പേടിയുണ്ടാവില്ല. സുഹൃത്ത് ത്വാഹയിൽ പറഞ്ഞത് അവർക്ക് ദൗർഭാഗ്യം ബാധിക്കൂല, അവർ പിഴച്ചു പോവുകയില്ല. അപ്പൊ ഖുർആന് ശരിയായ നിലക്ക് സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിലുള്ള മുഴുവൻ ഈമാൻ കാര്യങ്ങളും നമ്മൾ പുലുകുക, പടച്ചറമ്പിലുള്ള വിശ്വാസം ശരിപ്പെടുത്തുക, അള്ളാഹുവിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. കാരണം സമാധാനം തരേണ്ടത് ആരാ? അള്ളയാ. ബർക്കത്ത് തരേണ്ടത് ആരാ? അള്ളയാ. അൽ ബറക്കത്തു മിനല്ലാഹ്, ബർക്കത്ത് തരേണ്ടവൻ അള്ളാഹു ആണ്. അതുകൊണ്ടാണ് നിക്കാഹിന്റെ പേരിൽ ബാറക്കല്ലാഹു ലക്കും വബാറക അലൈക്കും വജമഅ ബൈനക്കും ഫിൽ ഖൈർ എന്ന് പറയുന്നത്. ബർക്കത്ത് തരേണ്ട ആരാ? പടച്ചോൻ. അപ്പൊ ആ പടച്ചോനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ചെയ്യണം, കൃത്യമായിട്ട് ചെയ്യണം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന, റബ്ബി ജഅൽനി മുഖീമസ്സലാഹ് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചോനെ, എന്നെയും എന്റെ മക്കളെയും നിസ്കാരം നിലനിർത്തുന്നവരാക്കി നീ മാറ്റണേ. എത്രങ്ങാനും പ്രാർത്ഥന അല്ലെ നമ്മൾ പരിശോധിക്കേണ്ട സാധനം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനകൾ കുടുംബത്തിന് വേണ്ടി, നാടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സ്വന്തം രാജ്യത്തിന് വേണ്ടിയൊക്കെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾ ധാരാളം ഖുർആനിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വന്തം കുടുംബത്തിൽ ദീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലെ. മക്കളെ, അള്ളാഹു നിങ്ങൾക്ക് ഈ ദീനിനെ തെരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളായിട്ടല്ലാതെ നിങ്ങൾ ആരും മരിച്ചു പോയിട്ടുണ്ടോ? ദീന് നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈമാനുള്ളവരായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന ആണിനും പെണ്ണിനും അവർക്ക് ഏറ്റവും നല്ല ജീവിതം അല്ലാഹു തരാം. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ച് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ പറയുന്നത്, ഈമാൻ സ്വീകരിച്ച് പടച്ചറപ്പിന് പ്രിയപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്ക് അല്ലാഹു ദുനിയാവിലും ഖബറിലും പരലോകത്തും നല്ല ജീവിതം തരുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ് ഈ ആയത്തിൽ. അല്ലാഹുവിന്റെ പ്രത്യേകത എന്താ? അല്ലാഹു വാഗ്ദാനം ലംഘിക്കാത്തവനാണ്. ഇതിന്റെ വാഗ്ദാനം സത്യമാണ്. റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്,
അള്ളാഹു ഉടമ്പടി കരാറുകൾ ലംഘിക്കാത്തവനാണ്. അതുകൊണ്ട് കുടുംബത്തിൽ ഒന്നടങ്കം എല്ലാവരും, ആരൊക്കെയുണ്ടോ കുടുംബത്തിന്, അവരെല്ലാവരും ദീന് പാലിക്കാൻ. ആ ദീൻ നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ ബർക്കത്ത് പോകും. യഹ്യ ഇബ്നു അബീ കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, സലാത്തുൻ ലാ തകൂൻ ഫീ ബൈതി ഇല്ലാ നുസിഅത മിൻഹുൽ ബറക. 3 കാര്യങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിലെ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഒന്ന് അസ്സറഫ്, എന്താ ആർഭാടം. 2 വസിന, വ്യഭിചാരം. 3 വൽ ഖിയാന, വഞ്ചന. മക്കള് പാരന്റ്സിനെ വഞ്ചിക്കുക, പാരന്റ്സ് മക്കളെ വഞ്ചിക്കുക, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുക, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കുക. ഇതൊക്കെ ഉണ്ടായാൽ നുസിഅത മിൻഹുൽ ബറക, ആ വീട്ടിൽ നിന്ന് ബർക്കത്ത് ഊരപ്പെടും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക. ആരാണോ എന്റെ ഉത്ബോധനത്തെ അവഗണിക്കുന്നത് അവർക്ക് കുദുസമായ ജീവിതമുണ്ടാകും എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ എന്താണോ പഠിപ്പിക്കുന്നത് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പുലുകുക. ഒരു തരത്തിലുമുള്ള അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടാൻ പാടില്ല, ശിർക്ക് കടന്നുകൂടാൻ പാടില്ല, ഖുറാഫാത്ത് കടന്നുകൂടാൻ പാടില്ല. പിന്നെയോ ആരാധനകൾ മുഴുവൻ പടച്ചറപ്പിന് മാത്രം കൊടുക്കുന്നവരായിരിക്കണം. എന്താണോ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്നത് ആ തൗഹീദ് ഉൾക്കൊള്ളുന്നവരായിരിക്കണം. പടച്ചറപ്പ് ഉണ്ടായിരിക്കെ പടപ്പുകളിലേക്ക് പോകാത്തവരായിരിക്കണം. ചെന്നപ്പോ എന്താ ആൾക്കാർ പറയണത്? എല്ലാത്തിനും അല്ലാത്ത ആൾക്കാരാണ് അല്ലെ. വീടിന്റെ കാവല് ബദരീങ്ങളാണ്, വീട് കുറ്റിയടിക്കുമ്പോൾ ഒരുപാട് അനാചാരങ്ങളാണ്, വീട് നിർമ്മിക്കുമ്പോൾ അനാചാരങ്ങളാണ്, കല്യാണം കഴിക്കുമ്പോൾ അനാചാരങ്ങളാണ്, മരണപ്പെട്ടാൽ അനാചാരങ്ങളാണ്. എല്ലായിടത്തും മരിച്ചുപോയ മഹാന്മാരുള്ള പ്രാർത്ഥനകളാണ്, അവരോടുള്ള തേട്ടങ്ങളാണ്, അവരോടുള്ള സഹായാഭ്യർത്ഥനയാണ്. എന്ത് വേണോ നിനക്ക്? നീ മൊയ്തീൻ ശൈഖിനെ വിളിച്ചോ, എന്നാൽ അജബതു മുസ്രിഅൻ, പെട്ടെന്ന് ഞാൻ ഉത്തരം നൽകും. ഇതാണ് വിശ്വാസികളുടെ, മുസ്ലിങ്ങളുടെ വിശ്വാസം. ആ വിശ്വാസം ക്ലിയർ ആവുക എന്നുള്ളത് ദുനിയാവിൽ സമാധാനം കിട്ടാനുള്ള അത്യാവശ്യ കാര്യമാണ്. പരലോകത്തും വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ പ്രവാചകന്മാരും സമുദായത്തെ പരിചയപ്പെടുത്തിയ തൗഹീദ് അത് റെഡിയാവാൻ, അത് മഹാന്മാർക്ക് പോകാൻ പാടില്ല, അത് പ്രവാചകന്മാർക്ക് പോകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന സമയത്ത് പോലും പറഞ്ഞ ലാ തജ്അലൂ ഖബരീ വതനൻ യുഅബദ്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക. തൗഹീദിന് വിരുദ്ധമായ റബ്ബിനോടല്ലാത്തവരുള്ള പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കുക. പടച്ചോനെ മാത്രം, നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹ് മാത്രം, നമുക്ക് കാവൽ അല്ലാഹ് മാത്രം, നമ്മുടെ പ്രതീക്ഷ അല്ലാഹുവിൽ മാത്രം, നമ്മുടെ എല്ലാ തരത്തിലുമുള്ള സമാധാനവും ആശ്വാസവും പടച്ച റബ്ബിൽ മാത്രം. അതാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. മക്കൾ 10 ഉണ്ട്, ബിനിയാമീനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മക്കളെ നിങ്ങൾ 10 പേരുണ്ട് എന്നതല്ല എന്റെ ധൈര്യം, അല്ലാഹു ഖൈറുൻ ഹാഫിള, എന്നെ സംരക്ഷിക്കാൻ എന്റെ പടച്ചോണ്ട്, എന്റെ മകനെ സംരക്ഷിക്കാൻ എന്റെ പടച്ചോനുണ്ട് എന്നതാണ് എന്റെ ധൈര്യം. അതുകൊണ്ട് പടച്ച റബ്ബിനോടുള്ള എല്ലാ തരത്തിലുമുള്ള ധാരണയും വിശ്വാസവും അതിൽ യാതൊരു കളങ്കവും വരാൻ പാടില്ല. ചെറുപ്പം മുതൽക്കേ നമ്മുടെ നാവിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന്, നമ്മുടെ ഇടപെടലുകളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടേണ്ടത് അല്ലാഹ് മാത്രം മദീനാണ്. പക്ഷെ അത് അങ്ങനെ ചെയ്യാത്തോണ്ട് ഇങ്ങനെ ആയല്ലോ അല്ലെ, അതൊരു കുരുത്തക്കേടാണ്. ഇന്ന് ആരെ കണി കണ്ടതാവും അല്ലെ, ഇങ്ങനെ ഇത് ചൊവ്വാഴ്ച ആയതുകൊണ്ടാണ്. ഇങ്ങനെ ഓരോ അന്ധവിശ്വാസങ്ങൾ നമ്മിൽ നിന്ന് വരാൻ പാടില്ല. മറിച്ച് ശുദ്ധമായ വിശ്വാസം, അതാണ് പ്രധാനം. ശിർക്കിലേക്ക് പോകുന്ന തകിടുകള്, ചരടുകള്, നൂലുകള്, ഉറുക്കുകള്, ഏലസുകള്, ഇതൊന്നും പാടില്ല. മൻ തഅല്ലഖ തമീമ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു. 10 പേർ ബൈഅത്ത് വാങ്ങാൻ വന്നപ്പോൾ റസൂലുള്ളാഹ് ഒരാൾ ഒഴിവാക്കി. കാരണം അവന്റെ കയ്യിൽ ഏലസ് ഉണ്ടായിരുന്നു. രോഗിയായി കിടക്കുന്ന രോഗിയെ സന്ദർശിച്ചപ്പോൾ ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, അലാ തഅല്ലഖ തമീമ, താങ്കൾക്ക് തമീമത്ത് കെട്ടിക്കൂടെ? അദ്ദേഹം പറയാൻ, നഊദു ബില്ലാഹി മിൻ ദാലിക്, അല്ലാഹുവിൽ ഞാൻ രക്ഷ തേടുകയാണ്. അൽ മൗതു അഖ്റബു മിൻ ദാലിക, ഏലസ് കെട്ടുന്നേക്കാളും നല്ലത് മരിച്ചുപോലാണ്. അതാണ് നമ്മുടെ സലഫുകൾ പറഞ്ഞത്. എന്നാൽ ഇന്നോ എല്ലാത്തിനും ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ പോവുകയാണ്.
ഇത്തരത്തിലുള്ള തങ്ങന്മാരെ, ബീവിമാരെ, ജാറങ്ങൾ, മക്കുബറ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിൽ പോയിട്ട് ആളുകൾ അവരുടെ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുമെന്ന ധാരണയിൽ അവിടുന്ന് കിട്ടുന്ന സാധനങ്ങളുമായിട്ട് നടക്കാൻ കൂടുതൽ പാടില്ല. റബ്ബല്ലാത്തവർക്ക് നേർച്ച പാടില്ല. ഖുലിന്ന സ്വലാത്തി വനസുകീ വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ പരികർമ്മം എല്ലാം പടച്ചോന്, ആ പടച്ചോന് മാത്രമേ നമ്മുടെ നേർച്ചയും ബലിയും എല്ലാം അർപ്പിക്കാവൂ. ശിർക്കിലേക്ക് പോകുന്ന എല്ലാ മാർഗങ്ങളും കൊട്ടിയടക്കണം. നേർച്ചകള്, വഴിപാടുകള് ഇന്ന് പലതരത്തിൽ നടക്കാണ്, ആഘോഷങ്ങൾ നടക്കാണ്, പൂരം പോലെ നടക്കാണ്, ആനകൾ എഴുന്നള്ളിച്ച് നടക്കാണ്. അതിലൊന്നും ഭാഗമാകാൻ നമുക്ക് പാടില്ല. ഭാവി അറിയാവുന്ന പടച്ചറബിന് മാത്രമാണ്. അതറിയാൻ ജ്യോത്സ്യനെ സമീപിക്കുക എന്നുള്ളത് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും ഇത്തരം ആളുകളെ സന്ദർശിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അവർ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനെ കളവാക്കിയവരാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകാൻ പാടില്ല. തൗഹീദിന് ഘടകവിരുദ്ധമായിട്ടുള്ള ശകുന വിശ്വാസങ്ങൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മൻ റദ്ദതുഹു തീറ അൻ ഹാജതിഹി ഫഖദ് അശ്റക. ശകുനം പേടിച്ചിട്ട് ആരെങ്കിലും വല്ല കാര്യവും മാറ്റിവെച്ചാൽ, അതായത് ജോലിക്ക്, പുതിയ ജോലിക്ക് ഇറങ്ങാൻ നിൽക്കണം, അപ്പോഴാണ് ഒരു ദുശകുനം, അല്ലേ? അതിപ്പോ ഒരു മൈനനെ കണ്ടാലും പ്രശ്നമാണ്, ഒരു പൂച്ച ക്രോസ് ഓടിയാലും പ്രശ്നമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നുവെച്ചാലും പ്രശ്നമാണ്. അന്ധവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥതയാണ് എല്ലായിടത്തും. മര്യാദയ്ക്ക് ടോയ്ലറ്റ് പോകാൻ പോലും അവർക്ക് പറ്റില്ല. കാരണം അവിടെ കുറെ വിശ്വാസമാണ്, അവിടെ കുറെ അന്ധവിശ്വാസമാണ്, അല്ലേ? അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, അത്തരത്തിലുള്ള ശകുനങ്ങൾ, അത് നമ്മുടെ വിശ്വാസത്തിൽ കടന്നുകൂടാൻ പാടില്ല. യാത്രയും മറ്റ് കാര്യങ്ങളുമൊന്നും ഇത്തരം ശകുനങ്ങൾ ഭയന്നിട്ട് മുടക്കാൻ പാടില്ല. എത്ര ആൾക്കാരെ കിണർ മൂടുക, ടോയ്ലറ്റ് പൊളിക്കുക, വീട് മാറ്റുക, എന്തേ അവിടെ ഒരു സുഖം, അവിടെ എന്തോ ഒരു അന്ധവിശ്വാസം, അവിടെ എന്തോ ഒരു നീക്കുപോക്ക്, എന്തോ ഒരു പോക്ക് വരവ്. ഇതൊക്കെ ആരെ പറയുന്നത്? മുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരെ പറയുന്നത്. ഇതൊക്കെ ഈമാനിന് ഘടകവിരുദ്ധമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരെങ്കിലും ശകുനം പേടിച്ചിട്ട് വല്ല കാര്യവും ചെയ്യാതെ മാറ്റിവെച്ചാൽ ഫഖദ് അശ്റക, അവൻ മുശ്രിക്കായി. ഇന്നിപ്പോ ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ പോയാൽ എന്ത് ആവുമെന്ന് അറിയില്ല, അതുകൊണ്ട് പോണ്ട, എന്തോ ഒരു കുരുത്തക്കേട് ഉണ്ടാവുന്നു. അങ്ങനെ ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ശിർക്ക് സംഭവിച്ചു പോയി. കാരണം ഒരു വിശ്വാസി ഭയക്കേണ്ടത് പടച്ചറബിനെയാണ്. നിങ്ങൾ അവരെ ഭയക്കണ്ട, നിങ്ങൾ എന്നെ ഭയന്നു. എന്ത് സംഭവിച്ചാലും, എന്ത് നഷ്ടപ്പെട്ടാലും വിശ്വാസി പറയേണ്ടത് എന്താണ്? അത് ചൊവ്വാഴ്ചയായതുകൊണ്ടാണെന്നല്ല, അത് ഇന്ന കാര്യം കൊണ്ടാണെന്നല്ല, അത് ഇന്നാളെ കുരുത്തക്കേട് കൊണ്ടാണെന്നല്ല, അത് ഇന്നാളെ കണി കണ്ടതുകൊണ്ടാണെന്നല്ല, അത് ഇന്ന ശകുനം കൊണ്ടാണെന്നല്ല. ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, അള്ളാന്റെ വിധിയാണ്, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ പ്രവർത്തിക്കുമെന്നാണ് ഒരു വിശ്വാസി പറയേണ്ടത്. അപ്പോൾ നമ്മുടെ ഈമാനിൽ ചോർച്ചയുണ്ടാക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളമായി ഈ വിഷയത്തിൽ ഹദീസുകൾ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശിർക്കിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഇല്ലാത്ത വിധം നമ്മുടെ ജീവിതം വിശ്വാസഭദ്രമായ കർമ്മമായിരിക്കണം, ഭദ്രമായ വിശ്വാസമായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തതോ, വിശ്വാസം ഭദ്രമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കർമ്മങ്ങൾ അത് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഒരു കുടുംബത്തിന്റെ ഖൈറും ബർക്കത്തും എന്താ? ആ വീട്ടിലെ ദിക്റുകളാണ്, ആ വീട്ടിലെ നമസ്കാരങ്ങളാണ്. നിങ്ങളുടെ വീടുകളെ ഖിബിലയാക്കണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കാരം നിർവഹിക്കണം. പറയാ പുരുഷന്മാരോട്, എന്താ പള്ളിയിൽ നിങ്ങൾ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ വീട്ടിൽ നമസ്കാരത്തിന് ഒരു ഓഹരി നിങ്ങൾ മാറ്റിവെക്കണം, വീട്ടിൽ നിസ്കരിക്കണം. നിസ്കാരത്തിന് ഓഹരി വീട്ടിൽ മാറ്റിക്കണം പറഞ്ഞ സുന്നത്ത് നിസ്കാരങ്ങള് വീട്ടിൽ മാറ്റിവെക്കണം. പണ്ടൊക്കെ ഖുർആൻ ഓതി വീട്ടില്, ഇപ്പൊ ഖുർആൻ ഉണ്ടോ? ഭാര്യ പറയും ഭർത്താവിനോട് നിങ്ങളെപ്പോഴും പോകണം, ഭർത്താവ് പറയും നിങ്ങളെപ്പോ പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാലം തീർച്ചാണ്, അല്ലേ? കുട്ടികളോട് ഓതാൻ പറയും, കുട്ടികൾ ഓതുവോ? ഓലെന്തേലൊക്കെ കുറച്ച് ഓതും. എന്തേ? നമ്മൾ ഓതുന്നില്ല. നിങ്ങൾ മാരി നിസ്കാരം കണ്ട് ഖുർആൻ ആ ടേബിളിൽ പോയിട്ടാണ് ഓതി വെക്കാണ്. കുട്ടികൾ ഓട്ടോമാറ്റിക്കലി നമ്മളെ ചുറ്റും വന്നാൽ ഓതും. വീട്ടിൽ ഓത്ത് നടക്കണം. ഖുർആൻ
നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യൂ. ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീട് നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. നിങ്ങളുടെ വീട് നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. പടച്ചോന്റെ വീടെന്ന് എന്തിനറിയെങ്കിൽ വെറും ചോറും നിന്ന് കടന്നുറങ്ങാനല്ല. ചോറും നിന്ന് കടന്നിറങ്ങി ഫോണും നോക്കി ടിവിയും കണ്ട് പാട്ടും കൂട്ടും അതിനുള്ള അല്ല വരാ. അള്ളാഹുവിന്റെ അനുഗ്രഹമായിട്ടൊരു വീട് നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കേണ്ടത് ആരാധനകളാണ്, അവിടെ നടക്കേണ്ടത് ഖുർആൻ പാരായണമാണ്. റസൂലുള്ളാഹി പറയുന്നത് നിങ്ങളുടെ വീട് നിങ്ങൾ ഖബറാക്കരുത്. എന്റെ ഖബറിൽ ഖുർആൻ പാരായണമില്ല, പിന്നെ നിങ്ങളോ നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതുന്നു. മനസ്സിലായില്ലേ? ലാ തജ്അലൂ ബുയൂതകും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടിനെ ഖബറാക്കരുത്. നിങ്ങൾ വീട്ടിൽ ഖുർആൻ ഓതണം. വീട്ടിൽ ഖുർആൻ ഓതിയാൽ യൻഫിറു അൻഹു ശൈത്താൻ, ആ വീട്ടിൽ നിന്ന് ശൈത്താൻ ഇറങ്ങി ഓടും. ആരാ വീട്ടിൽ നിന്ന് ആദ്യം ഇറങ്ങല്? ബാപ്പ. അവസാനം കയറി ചെല്ല് ബാപ്പ. അല്ല ബാപ്പ എന്താ പറയുന്നത്? വീട്ടിൽ സമാധാനമില്ല. നിങ്ങളെങ്ങനെ കയറി ചെല്ലല്? എങ്ങനെ കയറി ചെല്ലല്? അവസാനം കയറി വരുന്ന ആളാരാ? നമ്മളല്ലേ? അല്ലാഹുവിന്റെ പ്രവാചകൻ വീട്ടിൽ കയറുമ്പോ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലുമ്പോൾ ശൈത്താൻ ഇബ്ലീസ് അവന്റെ കൂട്ടുകാരോട് പറയും, ലാ മബീത ലകുമുൽ യൗമ വലാ അശാ, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഭക്ഷണമില്ല, ഈ വീട്ടിൽ നിങ്ങൾക്ക് ഉറക്കമില്ല. സുഹൃത്തുക്കളെ, ഒരു ബോക്സ് ഒരു ബക്കറ്റ് വരുന്നുണ്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ. എന്തൊക്കെ ചെലവുണ്ടോ അതൊക്കെ ഇതിൽ തന്നെ നികത്തപ്പെടണം. അപ്പൊ കണ്ടറിഞ്ഞു കൊടുക്കഴിഞ്ഞ കുറച്ച് ബാലൻസ് ഉണ്ടായാലും എല്ലാവരും കൂടി കൊണ്ടുവരാം. അടുത്ത പരിപാടിക്ക് ഉപയോഗിക്കും. വാർത്ത നോക്കൂ. അപ്പോ വീട്ടിൽ കയറി ചെല്ലുമ്പോ ബിസ്മി ചൊല്ലണം. ബിസ്മി ചൊല്ലിയാലോ ആ പിശാചുക്കൾ പരസ്പരം പറയും, ഇവിടെ താമസമില്ല, നിങ്ങൾക്ക് ഇവിടെ എന്തില്ല, നിങ്ങൾക്ക് ഇവിടെ ഭക്ഷണമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് സലാം പറയണം. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഖൈറാണ്. എല്ലാരോടും സലാം പറയണം അല്ലേ? എന്തോ സലാം. ആൾക്കാരോട് നാട്ടുകാരോടൊക്കെ സലാം പറയാനായിട്ട് അന്തം വിട്ടുപോയി. അപ്പൊ ഇങ്ങനെ സലാം പറയാൻ കഴിയും. എന്നെ വീട്ടിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന കയറി ചില കുറെ ആൾക്കാര്, മറന്നു പോണ ആൾക്കാര്, മൊബൈലിൽ തോണ്ടി കയറി ചില ആൾക്കാര്. അത് വാപ്പാക്ക് മാത്രമല്ല, ആരൊക്കെയാണോ വീട്ടിൽ കയറി ചെല്ലുന്നത് അവരൊക്കെ സലാം പറയണം. ആ വീട്ടിൽ കയറി ചെല്ലുന്നത് അവരൊക്കെ ബിസ്മി ചൊല്ലണം. ഇല്ലെങ്കിലോ അവിടെ ശൈത്താന്റെ കുടീരമാകും. ശൈത്താന്റെ വീണവായന ഉണ്ടാകരുത്, സിനിമ ഉണ്ടാകരുത്, മ്യൂസിക് ഉണ്ടാകരുത്, പാട്ടും കുത്തും ഉണ്ടാകരുത്, ഹറാമുകൾ ഉണ്ടാകരുത്. ആ ഹറാമുകൾ ഉണ്ടാകുമ്പോൾ ആ വീട് പിശാചിന്റെ കേന്ദ്രമായിട്ട് മാറും. അവിടെ പടച്ചറബിന് പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകണം. ഖുർആനോദ ദിക്റുകൾ, അദ്കാറുകൾ ഉണ്ടാകണം. ഒരു വീടിന്റെ ഉദാഹരണം, ആ വീട്ടിൽ അള്ളാനെ സ്മരിക്കുന്ന വീടാണ്, മറ്റൊരു വീട് അള്ളാനെ സ്മരിക്കാത്ത വീടാണ്. അത് രണ്ടും ഏതുപോലെയാണ്? മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളതും മരിച്ചതുമായ രണ്ടും സെയിമാണോ? അല്ലല്ലോ. ജീവസ്വത്ത് ഒരാളും മരിച്ച ഒരാളും സമാണോ? ഇതുപോലെയാണ് ദിക്റുകളുള്ള വീട്. വീടുമായി ബന്ധപ്പെട്ട ഒരുപാട് അസ്കാറുകൾ, അതവിടെ ഇവിടെ ഒട്ടിച്ചുവെച്ചാലും കുഴപ്പമൊന്നുമില്ല. പെയിന്റ് പോകുന്നൊക്കെ പറയുമ്പോ ദിക്റില്ലാത്ത വീടിന് എന്തിനാ പെയിന്റ്? നല്ല ഹൈ ക്വാളിറ്റി പെയിന്റ് ഉണ്ടായിട്ട് കാര്യമല്ലോ. ആ വീട്ടിൽ ബാത്റൂമിലേക്ക് പോകുമ്പോൾ ആരും ദിക്ർ ചൊല്ലുന്നില്ല, ഇറങ്ങുമ്പോൾ ചൊല്ലുന്നില്ല, ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുന്നില്ല, കിടക്കുമ്പോൾ ചെയ്യുന്നില്ല, വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലുന്നില്ല. ജീവിതത്തിലെ ഒരുപാട് രംഗങ്ങളിൽ ചൊല്ലേണ്ട അദ്കാറുകളൊന്നും ആ വീട്ടിൽ ആരും ചൊല്ലുന്നില്ല. അപ്പൊ അവിടെ ഇവിടേക്ക് കുറച്ച് റിമൈൻഡർ ഉണ്ടാക്കി വെച്ചെന്നുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? കാരണം ആ വീട്ടിൽ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വരണം. നായുള്ള വീട് അല്ലെ, സൂറത്തുള്ള വീട്, ആത്മാവുള്ളവയുടെ ചിത്രങ്ങളുള്ള. ബാപ്പ ജീവിച്ചിരിക്കുമ്പോ ആരും നോക്കാല്ലേ, മരിച്ചപ്പോ എല്ലാവരും ഓരോ കോപ്പി ഫോട്ടോ എടുത്താണ് വലിയ ഫ്രെയിമാക്കിയുണ്ട് അവിടെ ഇങ്ങനെ വെക്കുക. എന്തേ? ബാപ്പാനോടുള്ള സ്നേഹം. ഓ, എന്റെ സ്നേഹം നമ്മൾ കണ്ടതാ. അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് നല്ല സ്നേഹം. അങ്ങനെ ഫോട്ടോ വെക്കുന്ന സിസ്റ്റവുമില്ല. മറിച്ചോ ഖബറിൽ കിടക്കുന്ന ബാപ്പക്ക് അനുഗ്രഹങ്ങൾ നൽകപ്പെടും. അദ്ദേഹം ചോദിക്കും, എന്തിനാണ് ഇത് നൽകപ്പെടുന്നത്? പറയപ്പെടും, നിന്റെ മകൻ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടിക്കൊണ്ടിരിക്കുന്നു. മരിച്ചുപോയ ബാപ്പാനെ സദസ്സിരിക്കുമ്പോൾ ഓർമ്മ വേണം, പള്ളിയിലിരിക്കുമ്പോൾ ഓർമ്മ വേണം, യാത്രയിരിക്കുമ്പോൾ ഓർമ്മ വേണം, ഭക്ഷണം കഴിക്കുമ്പോൾ ഓർമ്മ വേണം, നമ്മളെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഓർമ്മ വേണം, കണ്ണാടിയിൽ നമ്മുടെ ഗ്ലാമറും നമ്മുടെ മുടിയും നമ്മുടെ തടിയും ഒക്കെ നോക്കുമ്പോ ഓർമ്മ വേണം, എന്റെ വാപ്പന്റെ അമ്മന്റെ വിയർപ്പാണ് ഈ നിൽക്കുന്നത്. ഉള്ളിന്ന് പ്രാർത്ഥന വരണം. അല്ല കോലായ്മ ഫോട്ടോ മേടിക്കാതെ. ആ ഫോട്ടോ ഉണ്ടായാല് ശൈത്താൻ വീട്ടിൽ കയറും. അനുഗ്രഹത്തിന്റെ മലക്കുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പൊ വീട് എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ, ഖിറാഅത്തിന്റെ, ദിക്റിന്റെ
പടച്ചറബിന് പ്രിയപ്പെട്ട കാര്യങ്ങളുടെ ഒരു കേന്ദ്രമാക്കി മാറണം. സുന്നത്ത് നമസ്കാരങ്ങൾ ധാരാളമായി വീടുകളിൽ നിർവഹിക്കപ്പെടണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. പടച്ചറബിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ആ വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റിവെക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യാമെന്നതാണ്. അങ്ങനെയുള്ളവർക്കോ ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم. അതാണ് പടച്ചറബിൽ വിശ്വസിച്ച് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ കുടുംബസമേതം അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. നമുക്കെന്താണ്? നമുക്ക് ഏറ്റവും പ്രധാനം, ഞാൻ എന്താ ചെയ്തു കൊടുക്കാത്തത് എന്റെ മക്കൾക്ക്? ഇത്ര സൗകര്യമാണ് ചെയ്തത്, ഞാനൊന്നും ഇതിന്റെ ഒരു ചെറിയ അംശം പോലും അനുഭവിക്കാതെയാണ് ഈ അവസ്ഥയിലെത്തിയത്. എന്റെ മക്കൾക്ക് ഞാൻ എന്തെല്ലാം ചെയ്തു കൊടുത്തു? റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്. വഅമുർ അഹ്ലക ബിസ്സലാഹ്, നിന്റെ കുടുംബത്തോട് നീ നിസ്കരിക്കാൻ കൽപ്പിക്കൂ. വസ്തബിർ അലൈഹാ, കുടുംബത്തിൽ ഓരോരുത്തരും നിസ്കാരം കൃത്യമാക്കുന്ന വിഷയത്തിൽ നീ നന്നായി പണിപ്പെടണം, നന്നായി അധ്വാനിക്കണം, നല്ല മോട്ടിവേറ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് ഉപേക്ഷിച്ചാലുള്ള ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുത്ത് അങ്ങനെ കുടുംബത്തിലുള്ള ഇണകളും മക്കളും മാതാപിതാക്കളൊക്കെ പ്രോപ്പറായി നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ബാങ്ക് കൊടുത്താൽ ആ പരിയിലെ ബാപ്പി ആ പരിയിലെ ആ മക്കളും പള്ളിക്ക് പോകണം. ബാങ്ക് കൊടുത്താല് ആ പരിയിലെ ഉമ്മ പിന്നെ എന്നാ ഞാൻ അലക്കാൻ പോവാലേ, ബാങ്ക് കൊടുക്കും, അലക്കി കേടുന്ന നിലം തുടക്കലേ, ഇനി നിലം തുടച്ച സ്ഥിതിക്ക് ആകെ വിയർത്തല്ലേ, എന്നാ നമുക്ക് പിന്നെ ഒന്ന് കുടിക്കലേ, കുടിച്ചപ്പോ ഭയങ്കര വിശക്കുന്നത് ഭക്ഷണം കഴിക്കലേ, എല്ലാം കഴിഞ്ഞിട്ടൊരു ചൊല്ലി അല്ല. ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം? ഫസ്റ്റ് ടൈമില്. പിന്നെ അലക്കല് കഴിഞ്ഞിട്ട് ചിലപ്പോ നമ്മള് നിസ്കരിക്കാൻ നമ്മൾ ഉണ്ടായിക്കോണമെന്നില്ല. എന്റെ നാട്ടിലൊരു ഉമ്മ അലക്കണ സമയത്ത് തുണി ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊക്കിയതാണ്. ആ പൊക്കലിനാണ് വേദന നൽകി അവിടെ വീണു. അപ്പൊ നമ്മൾ നിസ്കാരം പിന്നേക്ക് മാറ്റി വെക്കണം. വീട്ടിലുള്ള സ്ത്രീകൾ അവിടെ ജമാഅത്തായി നിസ്കരിക്കുക. പള്ളിയിലേക്ക് ഇണകളോടൊപ്പം പോകാൻ പറ്റുന്നവരോ അങ്ങനെ പോവുക. കുടിയത്തൂര് എന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ. അവർ മരിച്ചത് സുബഹിന്റെ തൊട്ട് ശേഷമുള്ള സമയത്താണ്. പള്ളിയിലേക്ക് സുബൈക്ക് ജമാഅത്തിന് പള്ളി വന്ന് അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് അവിടെ വന്ന ആൾക്കാരോട് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് മടങ്ങിപ്പോവാൻ നിൽക്കുമ്പോ ഭയങ്കര ക്ഷീണം, എന്തൊന്നില്ലാത്ത ക്ഷീണം, ഒരു ശ്വാസ തടസ്സമൊക്കെ തോന്നുന്നു. അപ്പൊ കൂടുതൽ ആൾക്കാർ പറഞ്ഞത്രേ കുറച്ച് വെള്ളം കുടിച്ചോളി. അപ്പൊ ആ ഉമ്മ പറഞ്ഞത്രേ എനിക്കിന്ന് നോമ്പാണ്, വ്യാഴാഴ്ച. ആ നോമ്പിലായിക്കൊണ്ട ഉമ്മ മരിച്ചു. എപ്പോഴെങ്കില് സുബൈന്റെ മുമ്പ് എണീറ്റ് വിത്ർ നിസ്കരിച്ച് അത്താഴം കഴിച്ച് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോയി ജമാഅത്ത് നിസ്കരിച്ച് ദിക്ർ ചൊല്ലി ഇശ്റാഖായപ്പോൾ ഹജ്ജിന്റെ കൂലി കിട്ടാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് മടങ്ങിപ്പോയ ഉമ്മ മരണപ്പെട്ടു. അതിനേക്കാൾ വലിയ ലാഭം വരണ്ടോ? അതുകൊണ്ട് നമ്മള് എപ്പോഴെങ്കിലും ചൊല്ലാന്നുള്ളതല്ല. നീ നിന്റെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. ആ നിസ്കാരം കണിശമായി കൃത്യമായി മനസ്സറിഞ്ഞുകൊണ്ട് എല്ലാവരും നിർവഹിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ അല്പമൊന്ന് കഷ്ടപ്പെടേണ്ടി വന്നാൽ കഷ്ടപ്പെടുക. അതാണ് അവസ്ഥ. ഇസ്തിബാർ എന്നതാണ്. എന്നാൽ എന്താ? ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക, നിനക്കും നിന്റെ മക്കൾക്കുമുള്ള റിസ്ഖ് ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. അല്ലാഹു പറയാം, അനക്കും എന്റെ മക്കൾക്കുള്ള റിസ്ക് ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല. പിന്നെയോ നഹ്നു നർസുഖുക, നിനക്കും നിന്റെ മക്കൾക്കുമുള്ള റിസ്ക് ഞാൻ തരുന്നു. ഖുർആനിൽ റിസ്ക് പറഞ്ഞത് എവിടെയാണ്? എനിക്ക് ഇബാദത്തിന്റെ കൂടെ, ദീൻ പഠിക്കുന്നതിന്റെ കൂടെ, വേറെ സ്ഥലത്തിൽ കാണാൻ പറ്റില്ല. പടച്ചോൻ ജിന്നിനെയും മനുഷ്യനെ ഉണ്ടാക്കിയത് അള്ളാനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അല്ലെ? ഞാൻ നിങ്ങളോട് റിസ്ക് ചോദിക്കുന്നില്ല, അവിടെ അള്ളാഹ് അങ്ങനെ പറഞ്ഞു. അപ്പൊ റിസ്ക് എവിടെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇബാദത്തിന്റെ കൂടെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും റിസ്ക്കും സമൃദ്ധിയും ഒക്കെ കിട്ടാന് അവിടെ ദീന് കൊണ്ടുവരാനാണ്. ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ
വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. നൂഹ് നബിയുടെ ദഅവത്താണ്. ഞാൻ എന്റെ നാട്ടുകാരോട് പറഞ്ഞു, ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തൂ. ആകാശത്ത് നിന്ന് പടച്ചിറപ്പ് നിങ്ങൾക്ക് സമൃദ്ധി ഇറക്കി തരും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും അള്ളാഹു നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. സമ്പത്തിലും സന്താനങ്ങളിലും അഭിവൃദ്ധി നൽകും. മാത്രമാണോ അവിടെ അവസാനിച്ചോ? നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങളും നദികളും ഒഴുക്കിത്തരും. നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് നിങ്ങൾ മടങ്ങാൻ തയ്യാറാണോ? നിങ്ങൾക്ക് എല്ലാം അല്ലാഹു തരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീനിന്റെ വിശ്വാസങ്ങളും ദീനിന്റെ ചിട്ടവട്ടങ്ങളും ദീനിന്റെ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും ദീൻ വിലക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുകയും ചെയ്യുമ്പോൾ പടച്ചിറപ്പ് നമുക്ക് ദുനിയാവിലും പരലോകത്തും സമാധാനം തരും. 2 ഹദീസുണ്ട്. 2 കുറെ ഹദീസുണ്ട്. 2 ഹദീസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒന്ന്, മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു ജമഅ അല്ലാഹു ശംലഹു വജഅല ഇനാഹു ഫീ ഖൽബിഹി വഅതത്ഹു ദുനിയ വഹിയ റാഖിമ. ആരുടെയെങ്കിലും ഉദ്ദേശം പരലോകമായാൽ, ദുനിയാവിൽ പരമാവധി സുഖിക്കണം, രസിക്കണം, ആനന്ദിക്കണം, ഉല്ലസിക്കണം, അടിച്ചുപൊളിക്കണം, സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം, വലിയ പൈസക്കാരനാകണം, നാട്ടില് പ്രമാണിയായി നടക്കണം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അധ്വാനിക്കണമെങ്കിൽ ഓൻ അല്ലാഹു ദുനിയാവ് കുടുസമാക്കും. അവന് ഫഖർ, ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കും. ദുനിയാവിന്റെ പിന്നാലെ കെട്ടിമറിഞ്ഞാലോ ഓനൊന്നും കിട്ടൂല. മനസ്സിലായില്ലേ? എന്നാൽ ആഖിറം ലക്ഷ്യം വെച്ചോ, ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരു കുടുംബം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പടച്ചിറപ്പ് നമുക്ക് നൽകിയ ജീവിതം അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് സ്വർഗക്കാരനായി ജീവിച്ച് മരിക്കാനാണല്ലോ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് കുടുംബസമേതം സടകുടഞ്ഞ് എഴുന്നേറ്റ് പരലോകത്തിന് വേണ്ടി ഒരുങ്ങുന്ന അവസ്ഥയുണ്ടോ? എങ്കിൽ അല്ലാഹു അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കാര്യങ്ങൾ അല്ലാഹു ഒരു കൂട്ടിക്കൊടുക്കും. മനസ്സിലായി? അവന്റെ കൺമുന്നിൽ അല്ലാഹു ധന്യത വിട്ടുകൊടുക്കും. ഒരു ദാരിദ്ര്യം പേടിണ്ടാവില്ല. പഠിച്ചവനെ ഇനി 10 ആക്കുക, അല്ലെങ്കിൽ യുദ്ധം കൂടിയിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാ എന്താക്കുക, ഇവര് കൊറോണ വന്നാ എന്താക്കുക, ഇങ്ങനത്തെ ആശങ്കകളൊന്നും ഉണ്ടാവില്ല. സമാധാനം. മൂന്നാമത്തെ ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരുന്നു. ദുനിയാവ് അവനെ തേടി ഇങ്ങോട്ട് വരുന്നു. എന്ത് ചെയ്യണം? ആഖിറത്ത് ലക്ഷ്യം വെക്കണം. ഇനി രണ്ടാമത്തെ ഹദീസ് ഏതറിയോ? നിങ്ങൾ എനിക്ക് വേണ്ടിയുള്ള ഇബാദത്തിൽ മുഴുകണം. എവിടുക്ക? കുടുംബം പറ്റണ്ടേ അല്ലേ? ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഒരു പോളം ഉറങ്ങാതെ, നിസ്കരിച്ചാതെ, നോമ്പൊലിക്കാതെയാണ് ഞാൻ നിങ്ങൾക്ക് മണി ഉണ്ടാക്കിയത്. മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. ആരപ്പങ്ങളോട് നിസ്കരിച്ചാൽ നോമ്പൊലിക്കാതെ ഉണ്ടാക്കാൻ പറഞ്ഞു? നിസ്കരിക്കണം, നോമ്പൊലിക്കണം. നിങ്ങൾ എനിക്കുള്ള ഇബാദത്തിൽ മുഴുകണം. നിന്റെ ഹൃദയത്തിൽ ഞാൻ ധന്യത നിറച്ചു തരും. നിനക്ക് നേരെയുള്ള ദാരിദ്ര്യത്തെ ഞാൻ തടുക്കും. അത് ചെയ്യണില്ലെങ്കിലോ? എന്റെ ഹൃദയത്തിൽ ഞാൻ ദാരിദ്ര്യം നിറക്കും, നിനക്ക് നേരെയുള്ള ഫഖ്ർ ഞാൻ തടുക്കുകയുമില്ല എന്ന് അല്ലാഹുവിന്റെ വാക്കാണ്, ഖുദ്സിയായ ഹദീസാണ്. ഇതിക്ക് മൂന്നാമത്തെ ഒരു സാധനം കൂടെ കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ കൂട്ടിച്ചേർത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നക ലൻ തദഅ ലില്ലാഹി ശൈആ. അല്ലാഹുവിന് വേണ്ടി നീ ഒന്നും ഉപേക്ഷിക്കുന്നില്ല. ഇല്ലാ അബ്ദലകല്ലാഹു ഖൈറും മിൻ ദാലിക. അതിനേക്കാൾ നല്ലതൊന്ന് പടച്ചറബ് നിനക്ക് തിരിച്ചു നൽകിയിട്ടല്ലാതെ. അല്ലാഹുവിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങാം. അല്ലാഹുവിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പരിശ്രമിക്കുക. ദീന് പഠിക്കാൻ, ദീന് പ്രവർത്തിക്കാൻ, ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ. ദീനിന്റെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലെല്ലാം ദീനിനെ നമ്മൾ കാത്തു സൂക്ഷിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു, കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അഹ്ലിഹി. നബിയുടെ സ്വഭാവം കുടുംബത്തിൽ എങ്ങനെയായിരുന്നു? ആയിഷ ബീവി പറയാണ്, കാന അഹ്സനുൻ നാസി ഖുലുഖാ. ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ.
മറ്റൊരു സന്ദർഭത്തിൽ ആയിഷ ബിബി പറഞ്ഞത് കാന ഖുലുഖുൽ ഖുർആൻ, നബിയുടെ സ്വഭാവം ഖുർആനായിരുന്നു. ആ ഖുർആൻ പഠിക്കുക കുടുംബസമേതം. ചില സ്ഥലത്ത് ഭാര്യയും കുട്ടികളും ഒരുമിച്ച് പോവുക, എന്നിട്ട് ഒരുമിച്ചിരുന്ന് പഠിക്കുക. കുട്ടികൾക്ക് വായിക്കാനൊക്കെ ഉണ്ടാവും, ഓരോ ബുക്കൊക്കെ എടുത്തോട്ടെ, ബുക്കൊക്കെ എടുത്ത് ഒരു ബാക്കിൽ ഇരുന്നോട്ടെ, ഒരു പഠിച്ചോട്ടെ, ആ പഠിക്കണീന്റെ കൂടെ ഒരു ക്ലാസ്സും കേട്ടോട്ടെ. അങ്ങനെ ഒരുമിച്ചൊരു ദീനീ പഠന യാത്ര, ഒരുമിച്ചൊരു ഈമാനികമായ യാത്ര, ഒരുമിച്ച് ആരാധനയെ ഒരുമിച്ചുള്ള ഒരു യാത്ര. ആ യാത്രക്ക് ബറക്കത്തുണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅതൻ വറഹിമല്ലാഹു റജുലൻ, ഒരാണിനും ഒരു പെണ്ണിനും അല്ലാഹ് കരുണ ചൊരിയട്ടെ. ഏതാണ് ആണ്? അയാൾ നേരത്തെ എണീറ്റിട്ട് ഭാര്യനെ വിളിച്ചു നിസ്കരിക്കാൻ, എണീക്ക് രാത്രി നിസ്കരിക്കാൻ. അവൾ അങ്ങോട്ട് തിരിഞ്ഞു നടന്നു, മൂപ്പര് കുറച്ച് വെള്ളം കൊടുന്നു, അവൾ എണീപ്പിച്ച് അവളെ കൂടെ നിസ്കരിച്ചു. അവൾക്ക് റഹിമല്ലാഹ്, അല്ലാഹ് കരുണ ചൊരിയട്ടെ. പിറ്റേ ദിവസം എണീറ്റ് ഭാര്യയാണ്, ഭർത്താവ് ഉറങ്ങുക, ഭർത്താവിനെ വെള്ളം കുടഞ്ഞ് വിളിച്ചുണർത്തി നിസ്കരിപ്പിച്ച ഭാര്യക്കും ഭാര്യയെ വിളിച്ചുണർത്തി നിസ്കരിപ്പിച്ച ഭർത്താവിനും അള്ളാഹു കരുണ ചൊരിയട്ടെ എന്നാണ്. അപ്പൊ ദീനിയായ കാര്യത്തിൽ ഒരുമിച്ചുള്ള ഒരു മുന്നോട്ട് പോകും. അബദ്ധങ്ങൾ പരസ്പരം സംഭവിക്കുമ്പോൾ അത് തിരുത്തിക്കൊടുത്തുകൊണ്ടുള്ള, സ്നേഹത്തോടെ തിരുത്തിക്കൊടുത്തുകൊണ്ടുള്ള മുന്നോട്ട് പോകുക. തൗഹീദിൽ തുടങ്ങി എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ടോ ആ ദീനിയായ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്നാണ് സുഖ സമാധാനം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തിനാ ഇപ്പൊ ചെറിയ കുട്ടികളെ വായിൽ വരെ വിഷം എത്തിച്ചു കൊടുത്തവരെ കൊല്ലണ്? ലോൺ അല്ലേ, അല്ലെങ്കിൽ മണി ചെയിൻ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദായിപ്പ്. ആരായിക്ക് പോകാൻ പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനു പോയി? ആർഭാട ജീവിതത്തിന് വേണ്ടി പലതരത്തിലുള്ള ഡോറുകൾ കൊട്ടിത്തുറന്നപ്പോ അവിടെ ദുരന്തങ്ങളുണ്ടായി, അപകടങ്ങളുണ്ടായി, മരണങ്ങളുണ്ടായി, കലാപങ്ങളുണ്ടായി. അല്ലെ, എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഓരോ വാർത്തകളിലും എന്താ കാരണമായിട്ടുള്ളത്? ദീന് പരിഗണിക്കപ്പെടാതെ പോകുന്നു. അല്ലെ, മൊബൈൽ വില്ലനായി മാറുന്നു. അല്ലെ, മൊബൈലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഹറാമുകൾ, അതിലൂടെ സംഭവിക്കുന്ന അബദ്ധങ്ങൾ, മക്കളെ നഷ്ടപ്പെടുന്നു, ഇണകളെ നഷ്ടപ്പെടുന്നു, ഭർത്താവിനെ നഷ്ടപ്പെടുന്നു. കുടുംബത്തിന്റെ അലകും പിടിയും തകർന്ന് ദാമ്പത്യത്തിന്റെ ഊഷ്മളതയും അതിന്റെ സന്തോഷവും അതിന്റെ സമാധാനവും കെട്ടുപോകാൻ കാരണമാകുന്നു. ഇവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇടങ്ങളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം തരങ്ങളിൽ നമ്മൾ ദീന് പാലിക്കുന്നതോടൊപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടമകൾ കൃത്യമായി പാലിക്കണം. അവകാശബോധം മാത്രം പോരാ. അവൾ എനിക്ക് വന്നപ്പോൾ ഭക്ഷണം തന്നില്ല, അവൾ ഞാൻ പോയപ്പോൾ എന്നെ വിഷ് ചെയ്തില്ല, എന്റെ പ്രയാസങ്ങൾ ചോദിച്ചറിഞ്ഞില്ല. നിങ്ങൾ അങ്ങോട്ടോ പരസ്പരമുള്ള വസ്ത്രമാണ്, അല്ലേ? ഹുന്ന ലിബാസുല്ലകും വഅൻതും ലിബാസുല്ലഹുന്ന. നീ അവൾക്കും അവൾ നിനക്കും വസ്ത്രമാണ്. ഇണകൾ നല്ല സ്നേഹത്തോടെ പോകണം. അപ്പോഴാ കുടുംബത്തിൽ സമാധാനമുണ്ട്. ഭയങ്കര ഇബാദത്തും ഭയങ്കര ഇതൊക്കെയാണെങ്കിലും പരസ്പരമുള്ള ഇടപെടൽ മോശമാണെങ്കിൽ ആ കുടുംബത്തിലെ സമാധാനം ഇല്ലാതാകും. ഖുർആൻ എന്താ പറഞ്ഞത്? ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ അവരോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കണം. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിക്കും. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കുടുംബത്തിൽ നല്ലവനായവനാണ്. ഏറ്റവും നല്ലവനാരാ? കുടുംബത്തിൽ നല്ലവനായവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറ്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇണകൾ ഏറ്റവും നല്ല നിലക്ക് മുന്നോട്ട് പോകണം. മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റഹിമഹുള്ളയുടെ പത്നി അവർ പറയാണ്, മാ കുന്നാ നുകല്ലിമു അസ്വാജന ഇല്ലാ കമാ തുകല്ലിമൂന ഉമറാഅക്കും. ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് സംസാരിച്ചിരുന്നത് അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെയും ഭവ്യതയോടുകൂടിയുമായിരുന്നു. ഒരു നേതാവിനോട് സംസാരിക്കുന്ന ഭവ്യതയിലും ബഹുമാനത്തിലുമായിരുന്നു ഞങ്ങൾ സംസാരിച്ചിരുന്നത് എന്നാണ്. അപ്പൊ ഭാര്യമാർ ഭർത്താക്കന്മാരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം. 10-20 കൊല്ലം നമ്മുടെ പാരന്റ്സ് നമ്മളെ നോക്കി വളർത്തി ഒരു ഹസ്ബൻഡിനെ ഏൽപ്പിച്ച് ആ ഹസ്ബൻഡ് ആ ചുമതല അതുപോലെ അങ്ങോട്ട് ഏറ്റെടുക്കുന്നു. അത്രയും കാലം ഉപ്പയെ അനുസരിച്ചപ്പോൾ അവിടെ ഡിസ്ക്രിമിനേഷൻ ഇല്ല, അവിടെ ഭരണമില്ല, അവിടെ അടിമത്വമില്ല, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടവറയെന്ന് ആർക്കും തോന്നിയില്ല. എന്നാൽ ഭർത്താവിന്റെ കീഴിലേക്ക് വരുമ്പോൾ പിന്നെ നീ ഭർത്താവിന്റെ അടിമയായി,
പെണ്ണെ നീ ഭർത്താവിന്റെ വേലക്കാരിയായി എന്നൊക്കെ ജൽപ്പിക്കുന്ന ചില ആൾക്കാരെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ട്. ഞാൻ അത്രേ പറയുള്ളൂ, സ്വന്തം ഭർത്താവിനുള്ള ചോറൊക്കെ ടിഫിൻ ബോക്സിൽ പേക്കാക്കി കൊടുത്ത് മൂപ്പരെ ജോലിക്ക് പറഞ്ഞയച്ചിട്ട് യൂട്യൂബ് തുറന്നിട്ടിട്ടു, ഗായ്സ് എന്തിനാണ് വെറുതെ ഭർത്താവിന് ദാസ്യവേല ചെയ്ത് ജീവിതം വേസ്റ്റ് ആക്കുന്നത്? മൂപ്പരെ ജോലിക്കൊക്കെ പറഞ്ഞയച്ചിട്ട് പിന്നെ കിട്ടുന്ന ഒഴിവ് സമയത്ത് എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ കാണുന്ന മാർഗമാണ് അല്ലെ? ഈ വലിയ ഫെമിനിസ്റ്റുമാരൊക്കെ ദാമ്പത്യ ചെയ്യുന്ന ആൾക്കാരാണ്. കുറെ കടിച്ചു പോയെങ്കിലും ആരും ചോദിക്കരുത് ഏത് ഓന്റെ മതം ഏത് ജാതി ഏത് പോലെ അതൊന്നും ചോദിക്കരുത്. അതൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഓരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ കാര്യങ്ങൾ നടത്തിപ്പോണ്ട്. ഇനിയിപ്പോ ഇത് വാണ്ടാറിയുന്ന ആൾക്കാരോ ഓരോ ഓരോ കാര്യങ്ങൾ നടത്തിപ്പോണ്ട് പല വഴിക്കും. പിന്നെ ഓല് ഛർദ്ദിക്കുന്നത് വാരി തിന്നാൻ ജനിച്ചവരല്ല നമ്മളാണ്. മനസ്സിലായി? ഞമ്മക്കുള്ള ചിന്തിക്കാനുള്ള ബുദ്ധിയും ശേഷിയും ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആരാന്റെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കേണ്ട ഗതികേട് ഞമ്മക്കില്ല. ശുദ്ധമായ ഭക്ഷണം ലഭിക്കുന്നിടത്ത് വേറെ ഛർദ്ദിച്ചത് വാരിക്കോരി മുടങ്ങേണ്ട ഒരു ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ലോകത്തിന്റെ നെറുകയിൽ കയറി നിൽക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഒരു മതത്തിന്റെ ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അല്ലാഹുവിന്റെ റസൂലിനെ ഹുദയും ദീനുൽ ഹഖുമായിട്ട് പടച്ചറബ് പറഞ്ഞയച്ചിരിക്കുന്നു. എന്തിന്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലി. എല്ലാ മതത്തിന്റെയും മീതെ കയറി നിൽക്കുന്ന ഒരു മതം അത് ഇസ്ലാമാണ്. അതൊരു മുസ്ലിങ്ങൾക്ക് രണ്ടും ചവറും ഭാര്യയിരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മള് അവിടെ അടിമത്തൊന്നുമില്ല, അത് ഇബാദത്താണ്. എന്റെ ഭർത്താവിനെ അനുസരിക്കുന്ന സഹോദരിക്ക് സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും കടന്നു പോകാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ഉഹിബ്ബു അൻ യകൂന റജുൽ ഫീ അഹ്ലിഹി കസ്സബി. ഒരു പിതാവ് തന്റെ ഇണകളോട് തന്റെ മക്കളോട് ഒരു കുട്ടിനെ പോലെയായിരിക്കണം. അവരോട് വാത്സല്യം കാണിക്കണം, അവരെ കളിപ്പിക്കണം, അവരെ കൊഞ്ചിക്കണം, അല്ലെ? അവരെ സന്തോഷിപ്പിക്കണം, അവരെ സമാധാനിപ്പിക്കണം. അങ്ങനെ ഒരു ഇണയായിട്ട് നമുക്ക് മാറാം. ഇന്ന് പല നഷ്ടപ്പെട്ടു പോകുന്നു. ഇതൊന്നും എന്താണ് ഫോൺ വിളിച്ചാല് ആർക്കും തന്നെ പറയുന്നത്, അണിഞ്ഞൊരുങ്ങി നിന്നാല് ഇതെന്താ മറ്റേ മണിക്ക് പോവാ അല്ലെ എന്ന് ചോദിക്കുന്ന, പുച്ഛിക്കുന്ന, അവഗണിക്കുന്ന, പരിഹസിക്കുന്ന, കൂടെ കിടക്കുന്നയാളുടെ വികാരം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോവുക വല്ലാത്തൊരു ദുരന്തമാണ് ഇന്നത്തെ കാലത്ത്, അല്ലെ? എല്ലാവരും സൗന്ദര്യവതിയാണ്, പക്ഷെ എന്റെ കൂടെ കിടക്കുന്ന ആള് വൃത്തിയില്ല, സൗന്ദര്യമില്ല, ഒത്തിനും പറ്റില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കാലം കടന്നു പോകുമ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ട് മനുഷ്യരാണ്, വികാരമുള്ളവരാണ്, വിചാരമുള്ളവരാണ്. പുഞ്ചിരിച്ചാൽ, ശാന്തമായി സംസാരിച്ചാൽ, ഒന്ന് തലോടിയാൽ, ഒന്ന് ഫീല് ടച്ച് ചെയ്താൽ ജീവിതത്തിൽ പുതിയ പുഷ്പങ്ങൾ വിടരുമെന്ന തിരിച്ചറിവുണ്ടാകും. നമ്മളൊന്നും ഇങ്ങനെന്നല്ലേ ഇനി, നമ്മളെ അഭിപ്രായം എങ്ങനെന്നല്ലേ ഇനി, അത് പണ്ട്. അതൊന്നും ഒരു ന്യായമല്ല. ഏറ്റവും നല്ലവരായി പരസ്പരം മുന്നോട്ട് പോവുക, പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുക, സ്നേഹം. അതെന്ത് സ്നേഹമാക്കണം? ഭാര്യയും ഭർത്താവും തമ്മിൽ അൺകണ്ടീഷണൽ ലവ് ആയിരിക്കണം. അൺകണ്ടീഷണൽ ലവ് അതായിരിക്കണം ഇണകൾക്കിടയിൽ ഉണ്ടായിരിക്കേണ്ടത്. പരസ്പര വിശ്വാസം വേണം. അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസം തെളിയിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് ഊഹിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്താണോ തന്നോടുള്ള പ്രതികരണവും തന്നോടുള്ള ഇടപെടലും അത് മനസ്സിലാക്കി സ്നേഹിച്ച് മുന്നോട്ട് പോവുക രണ്ടുപേരും എന്നുള്ളതാണ്. ഞാൻ സ്നേഹത്തെക്കുറിച്ച് നിക്കാഹ് ഖുതുബയിൽ പറഞ്ഞപ്പോ എന്നോട് ഒരാൾ പറഞ്ഞ്, അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാള്, അയാളുടെ ഭാര്യ പെട്ടെന്ന് എന്തോ അസുഖമായിട്ട് പിന്നെ ഒരിക്കലും ആ പെണ്ണ് എണീക്കൂല എന്നുള്ള സാഹചര്യം ഉണ്ടായിട്ട് 45 കൊല്ലം അയാൾ ആ പെണ്ണിനെ പോറ്റിനുണ്ട്. അതൊക്കെ സ്നേഹമാണ്. കല്യാണം കഴിഞ്ഞ് അല്പ ദിവസം കഴിഞ്ഞ് ഭർത്താവിന് അപകടം ബാധിച്ച് നട്ടലിന് ക്ഷതമേറ്റ് ഒരിക്കലും അനങ്ങൂല എന്ന് ഡോക്ടർ വിധി പ്രഖ്യാപിച്ചപ്പോ അയാൾ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ജീവിതം തേടിപ്പോയിക്കോ, കുഴപ്പമില്ല, കാരണം ഞാൻ എന്തായാലും എണീക്കൂല. ആ പെണ്ണ് പറഞ്ഞിട്ട്, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ പരിചരിച്ചു കൊണ്ട് തന്നെയായിരിക്കും. എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. എന്റെ സുഹൃത്ത് സബീഹിന്റെ പിതാവ്, അദ്ദേഹം സ്ട്രോക്ക് ബാധിച്ച് ഇക്രോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഞാൻ കാണാൻ പോയി. അല്ലാഹു അദ്ദേഹത്തെ സ്വർഗം കൊടുക്കട്ടെ. വയസ്സംഗത്തിന് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രോക്ക് ബാധിച്ച് കിടക്കുകയാണ്.
അങ്ങനെ അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിച്ച് പോകാൻ നേരത്ത് ഞാൻ ഓന്റെ ഉമ്മ ഉണ്ട്, വയസ്സായ ഉമ്മ. ആ ഉമ്മനോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക, അൽഹംദുലില്ലാ ഉപ്പനെ ആലോചിക്കും നമുക്ക് സമാധാനമാണ്. കാരണം ഫുൾ ടൈം പള്ളിയിലാണ് ഉണ്ടാവര്. കണ്ണിന് കാഴ്ച കുറവായത് ടോർച്ചടിച്ചിട്ട ഖുർആൻ മുതല്. അത്രയും നല്ലൊരു പിതാവായിരുന്നു. അതുകൊണ്ട് ആശ്വസിക്ക്, സമാധാനിക്ക് എന്നൊക്കെ പറഞ്ഞ വയസ്സായ ഉമ്മ എന്നോട് പറയണം, എന്താ നിങ്ങള് ഡോക്ടർമാരൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും നമുക്ക് പടച്ചോനാണല്ലോ പ്രതീക്ഷ. മൗലവി നിങ്ങൾ നല്ലോണം പ്രാർത്ഥിക്കണ്ടേ, ഈ കിടത്തം കിടന്നാ മതി, ഈ കിടത്തം കിടന്നാ മതി, വേറെ ഒന്നും വേണ്ട. ഏത് 10-65 വയസ്സ് കഴിഞ്ഞ ഉമ്മ പറയാണ്, ഈ മനുഷ്യൻ ഈ കിടത്തം കിടന്നാ മതി, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം, എന്നാലും മരിക്കരുത് എന്നാലോചിക്കാൻ. അതാണ് സുഹൃത്തുക്കളെ സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹമാണ് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടിപ്പിക്കേണ്ടത്. ഇത് പ്രകടിപ്പിക്കുന്നിടത്ത് നമ്മളെ ഭയങ്കര ടൈറ്റ് കാട്ടിയിട്ട് ഭയങ്കര വലിയ പൈസ കൊടുക്കണ മാതിരി ചില ആൾക്കാർക്ക് അല്ലെ, പരസ്പരം സ്നേഹിക്കാൻ ഭയങ്കര ടൈറ്റാണ്. ഇത് പോയാലും ഒരു പുച്ഛമാണ്, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പിന്നെ ഭർത്താവ് നിന്നെ വിളിച്ചാൽ നീ ഒരിക്കലും വിസമ്മതിക്കരുത്. മനസ്സിലായോ? അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹവും ആ ഒരു നല്ല വിശ്വാസവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. കേൾക്കുക എന്നുള്ള പടത്തെ നമുക്ക് 2 ചെവിയും 1 വായ തന്നെ അല്ലെ, 2 ചെവിയും 1 വായയും കഴിഞ്ഞു. അതെന്തിനാ? കുറെ കേൾക്കാനും കുറച്ച് പറയാനും. ഇത് പറഞ്ഞു തന്നുമ്പോത്തിന് മറുപടി ഇറങ്ങരുത് അല്ലെ. ആരാണെങ്കിലും ഒന്നുണ്ടാകുന്ന എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. സുഹൃത്തെ, വീട്ടിലെ പ്രയാസങ്ങൾ അവൾ പറയുന്നത് എന്തിനാണ്? പരിഹാരം കിട്ടാനല്ല. നമ്മൾ വിചാരിച്ചത് പരിഹാരം കിട്ടാനാണ്. ഓക്ക് പൈസ വേണം, അല്ലെങ്കിൽ ഓക്ക് വേറെ പോണം, അല്ലെങ്കിൽ ഓക്ക് എന്റെ ഉമ്മാനെ ഒഴിവാക്കണം. അത് നമ്മളെ മനസ്സിൽ കണക്കൂട്ടിയതാണ്. അതിനല്ലത്. ഒരു വിഷമമുള്ള ഒരാള് വിഷമം പറയുന്നത് എന്തിനാണ്? കേട്ടുകൊടുക്കണം. വിഷമം മനസ്സിലാക്കും. വിഷമം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണ്ടേ? എന്റെ വിഷമം എനിക്ക് നല്ലോ മനസ്സിലാകും, അൽഹംദുലില്ലാഹ്, നിങ്ങൾക്കിത് മനസ്സിലായോ? അത് പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഉമ്മാനെ കുറിച്ചാണെങ്കിലും നമ്മളെ പെങ്ങന്മാരെ കുറിച്ചാണെങ്കിലും ആരെ കുറിച്ചാണെങ്കിലും നിങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. ഇത് പറയണക്ക് നല്ല മനസ്സിലാണ്. എന്റെ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് ജീവിച്ചു പോവാന്നുള്ളത്. പക്ഷെ എന്താ നമ്മൾ ചെയ്യാം? നമ്മളിപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ എന്റെ മനസ്സിലെ ആഗ്രഹം ഉണ്ട്, നമുക്ക് കാര്യങ്ങൾ ചെയ്യണമൊക്കെ. ജന്മം പ്രാർത്ഥിക്കും. ഇപ്പൊ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ എന്റെ കൂലി ഇട്ടിട്ട് നല്ല കുട്ടിയാണ് കഴിഞ്ഞു. ഇതിനുള്ള അന്തല്ലാത്തവൻ വലിയ എഞ്ചിനീയറും വലിയ പ്രൊഫസറും ഒരുപാട് ബ്രാഞ്ചസ് സ്ഥാപനങ്ങളുടെ MD ഒക്കെയാണ് അവന്. പക്ഷെ പെരിയിൽ ഒരു പെണ്ണിനെ മര്യാദയ്ക്ക് കൊണ്ടിടക്കാൻ കഴിയില്ലെങ്കിൽ ഇതിനെന്ത് അല്ലേ? അതേപോലെ തന്നെയാണ് സഹോദരിമാരെ. ആണുങ്ങൾക്ക് ഓർക്ക് ഒന്നുമില്ലല്ലോ, വികാരമില്ല, ദുഃഖമില്ല, വിഷമല്ല, ബുദ്ധിമുട്ടില്ല, ഓർക്ക് ഞെത്തുമില്ല. നമ്മൾക്ക് ഉള്ളിലൊരു വിശ്വാസം അതാണ്, ഞങ്ങൾ നിങ്ങളെ കീഴിൽ ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കാണ് പ്രശ്നം. നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് ഞങ്ങൾ ഒഴിവാക്കി പോയാലും ഇപ്പൊ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ പൈസ ഉണ്ട്, നിങ്ങൾ ജോലിക്ക് പോയിക്കോളി, ഇയാളുടെ നിങ്ങൾ ജീവിക്കും. അപ്പൊ നമ്മളൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ കറങ്ങണീന്റെ ഇടയ്ക്ക് നമ്മുടെ തലയിലും ഈ വേസ്റ്റ്, ഈ ചേറ് നമ്മുടെ തലയിലും കയറി കൂടിയുണ്ട്. അങ്ങനെയൊന്നല്ല. ഈ വേദന, വിഷമം, ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഒന്ന് ചോദിക്കുക, എന്താ നിങ്ങളെ ജോലിന്റെ അവസ്ഥ, എന്താ നിങ്ങളെ നമ്മൾ ചോദിക്കുക. അപ്പൊ പലപ്പോഴും ഭർത്താക്കന്മാർ സൈലന്റ് ആയിരിക്കും. ഇവരൊത്തും മുണ്ടൂല, ഇവർക്ക് എന്നോട് എന്തൊരു തരുന്നതല്ലത്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസമാണ്. ആണിന്റെ പാന്റ് പെണ്ണിന് കഴിച്ചിട്ടെടുത്തിട്ട് കാര്യമില്ല, പെണ്ണൊരിക്കലും ആണാവില്ല. ആണിന് മാക്സിം ചുരിദാറിട്ടെടുത്തിട്ട് കാര്യമില്ല, ആണൊരിക്കലും പെണ്ണാവില്ല. ആണും പെണ്ണും ഒരുപോലെയല്ലാതെ പടച്ചവൻ പറഞ്ഞാ പിന്നെ പടപ്പ് പറയണം. അല്ലടാ ഒക്കെ എന്താണ് പറഞ്ഞാല് ശരിയാവില്ല. അപ്പൊ ആണിൻ്റെതായ ഫീലിങ്സ് ഉണ്ട്. അത് നമ്മൾ ടച്ച് ചെയ്യണം. ഭാര്യമാർ അത് ടച്ച് ചെയ്യുമ്പോഴാണ് അവർ നമ്മളുമായിട്ട് അടുക്കുന്നത്. അവരെ നമ്മൾ മനസ്സിലാക്കുന്നു, അവരുടെ അവസ്ഥക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കുന്നു. നമ്മളുടെ ഓരോ ബുദ്ധിമുട്ടും അവൾക്ക് നന്നായിട്ടറിയാം. അവളെ കൊണ്ടെടുക്കാൻ എനിക്കൊരു പ്രയാസമില്ല. ലോ കോസ്റ്റ് അല്ലെ, ഉള്ളത് കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റിയ ഒരാളെ കിട്ടിയതുകൊണ്ട് ഒരു സമാധാനം അറിഞ്ഞാൽ അല്ലെ. പഞ്ചാര കഴിഞ്ഞ് നിന്നാലും നാളെ കൊണ്ടുവന്നാൽ മതി അല്ലെ. അരി കഴിഞ്ഞ് നിന്നാലും നാളെ കൊണ്ടുവന്നാൽ മതി, നാളെ പറ്റിയിട്ട് മറ്റന്നാളെ കൊണ്ടുവന്നാൽ മതി. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈറ്റിറിഞ്ഞ് ഉണ്ടാക്കി കൂടെ അങ്ങനെ കവർ ചെയ്ത് പിടിക്കുന്ന ഒരു ഇണയായി മാറാൻ പറ്റുമ്പോ അവിടെയാണ് യഥാർത്ഥ സ്നേഹവും ബഹുമാനവും ആദരവും കമ്മിറ്റ്മെന്റും ഉണ്ടാകണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പരസ്പരം രഹസ്യങ്ങൾ കാക്കുക, പരസ്പരം അങ്ങോട്ടോട്ട് സഹായിക്കുക.
ഭാര്യ ഭർത്താവിന്റെ ജോലി സഹായിക്കുക, ഭർത്താവ് ഭാര്യന്റെ ജോലി സഹായിക്കുക, കളവ് പറയാതിരിക്കുക. ഒരറ്റം ഇവള് നുണയാണ് പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ഡൗട്ട് ഉണ്ടാവും കേട്ടോ. ആണുങ്ങൾക്ക് ചിലപ്പോൾ ആ ഡൗട്ട് കുറവേക്കാനും, പക്ഷെ പെണ്ണുങ്ങൾക്ക് ആ ഡൗട്ട് നല്ലോണം കൂടും. അതുകൊണ്ട് ആണുങ്ങള് പെണ്ണുങ്ങൾക്ക് കളവ് പറയാന്നല്ല, പക്ഷെ ആണുങ്ങൾക്ക് തീരെ പറയാൻ പറ്റില്ല. കാരണം ഒരിക്കൽ നിങ്ങൾ പറഞ്ഞത് കളവാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ 1000 സത്യങ്ങൾ പറഞ്ഞാലും അതിനൊരു കളവിന്റെ ഒരു അംശം അവർ സംശയിക്കും. അതുകൊണ്ട് കളവ് പറയാതിരിക്കുക, ഊഹിക്കാതിരിക്കുക, അങ്ങോട്ട് ഇവിടെ അവഗണിക്കാതിരിക്കുക, പുച്ഛിക്കാതിരിക്കുക. ന്യൂനതകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ന്യൂനത ഇല്ലാത്ത ഉണ്ടോ? മനുഷ്യന്മാരാകുമ്പോൾ ന്യൂനത ഉണ്ടാവും. ആ ന്യൂനതയില്ലാത്ത ആരുമില്ല. അതുകൊണ്ട് ന്യൂനതയിലേക്ക് നോക്കുക എന്നുള്ള അല്ല, പിന്നെയോ പോസിറ്റീവിലേക്ക് നോക്കുക എന്നുള്ള. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉപദേശിച്ചത് എന്താ? നിഅ്മർ റജുൽ അബ്ദുള്ള എത്ര നല്ല കുട്ടിയാണ്. ലൗ സല്ലല്ലാഹു രാത്രി കൂടെ നിസ്കരിച്ചത് നന്നായിരുന്നേനെ. അപ്പൊ രാത്രി നിസ്കരിക്കാത്ത അബ്ദുള്ളനെ എത്തങ്ങനെ നിസ്കരിച്ചിട്ട് രക്തങ്ങനെ പോരാ എതിരാണ് എന്നെ പഠിപ്പിച്ച് അത് സ്വാഭാവികമായി സുറുമുടി നിനക്ക് എന്നല്ല ചോദിച്ചത്. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, രാത്രി കൂടെ നിസ്കരിക്കണം കേട്ടോ. അപ്പൊ നമ്മള് ഒരാളുടെ പോസിറ്റീവ്സിലേക്കാണ് നോക്കേണ്ടത്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ എപ്പോഴും നെഗറ്റീവാണ് നോക്കുക അല്ലേ? ഇങ്ങനെ നോക്കിയിട്ട് പരിപാടിക്ക് കുഴപ്പമില്ലേ, പക്ഷെ ആ ഒരു ഇത് റെഡി ആയില്ല, പിന്നെ മറ്റേ ആ ഒരു ഇത് അല്ലേ, അങ്ങനെ കുറെ ഇതുകൾ ഉണ്ടാവും നമുക്ക്. എല്ലാരും നല്ല ബിൽഡിങ് കണ്ടിട്ട്, ഒരു വീട് കണ്ടിട്ട് എല്ലാവരും വാട്ടർഫുൾ എന്നൊക്കെ പറഞ്ഞ് പോയാണ്. മലയാളികൾ വന്നിട്ട് ചുറ്റും നോക്കിയിട്ട് ഒന്നും കിട്ടാനില്ല. സനം പറഞ്ഞു സംഗതി പൊളിച്ചാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഏത് കാര്യം ഒരു ന്യൂനതയും പറയാനല്ല. അപ്പൊ ഓൻ ആലോചിച്ചുണ്ടാക്കിയാണ് പൊളിച്ചാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അതിന് മക്കളുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഭാര്യന്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഭർത്താവിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, വെറും നെഗറ്റീവ് മാത്രം ചെയ്യുന്നത്. എവിടെ പോയാലും എങ്ങനെയുണ്ടായി കല്യാണം, പറയേണ്ട തിരക്കോട് തിരക്ക്. നിങ്ങളെ തേർച്ച നിങ്ങൾക്ക് മാത്രം ബിരിയാണി വെച്ചാണ് കല്യാണം ഉണ്ട്, ഓഡിറ്റോറിയത്തിലാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ചെന്ന് നോക്കുമ്പോ പാർക്കിങ്ങിൽ ഒറ്റ പാർക്കിംഗ് വണ്ടി, നമ്മളെ വിശാലമായി വണ്ടി പാർക്ക് ചെയ്യാം. എന്റെ കാർ പിടിച്ച ഒരു ഗ്രൗണ്ടിൽ എത്ര വിശാലമാക്കുക. ആ വണ്ടിന്റെ വിശാലതയെ ചിലപ്പോൾ നിർത്താൻ പറ്റുള്ളൂ അല്ലെ? വലിയ ഗ്രൗണ്ടൊന്നും വേണമല്ലോ ആ വണ്ടിക്ക്. ചെന്ന് നോക്കുമ്പോ ഡെയിലിംഗ് ആണ്, ആരുമില്ല. നമുക്ക് വലിയൊരു ടേബിൾ നമുക്ക് മാത്രം കിട്ടും. അപ്പൊ നമ്മളെന്താ പറയാ? നല്ല കല്യാണം പറയും. കല്യാണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും, ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ എവിടെ ചെന്നാലും നെഗറ്റീവ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മഗ്രിബ് നിസ്കരിച്ചിട്ടുണ്ടാവും കൃത്യമായിട്ട്, അല്ലെങ്കിൽ മഗ്രിബ് കൃത്യമായിട്ട് നിസ്കരിച്ചു വന്നിട്ട് കുട്ടി പറയാണ് മെച്ചി ഞാൻ മഗ്രിബ് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കരിച്ചത് അസർ നിസ്കരിച്ചിട്ടുണ്ട്. മഗ്രിബ് ജമാഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്, അസർ വൈകിട്ട് നിസ്കരിച്ച് എന്ന് ചോദിക്കണം അവസ്ഥ. നമ്മൾ പോസിറ്റീവ്സിനെ പോസിറ്റീവ് തന്നെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിനക്ക് വല്ല ദോഷവും കണ്ടാൽ നീ മറ്റു ഗുണങ്ങൾ ഓർത്ത് സമാധാനം. അയാൾ എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ. ഇപ്പം മാത്രമല്ല, പെണ്ണുങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക. നമ്മൾ എന്തെങ്കിലും നമുക്ക് ഹേർട്ടായ നമ്മൾ എന്താ പറയാന്ന് നമുക്ക് തന്നെ അറിയില്ല. മൂഡ് ഡിസ്റ്റ് എന്നൊക്കെ പറയലിപ്പോ അല്ലേ? മൂഡ് ഡിസ്റ്റ് എന്തൊക്കെ ഉണ്ടായിരുന്നു പേര്. എപ്പോ കുറച്ച് കൂടിയാണ് ഈ സോഷ്യൽ മീഡിയയിൽ കുറെ ഷോർട്സ് റീൽസ് ഒക്കെ വന്നോണ്ടേ എല്ലാത്തിനും ഒരു റീസൺ കണ്ടെത്തും. ഞാനിങ്ങനെ ഏജ് മാറുന്നതിൻ്റെതാണ്, മറ്റേ അത് ഇങ്ങനെ മറ്റിൻ്റെതാണ്, ഇതിൻ്റെതാണ്. അറിയത്തൊന്നുമല്ലോ പറയാത്ത. ഞാൻ ഉദാഹരണം പറയാൻ ബോധപൂർവ്വം. കാരണം അതിനൊക്കെ ഗണനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഓരോരുത്തര് മൂഡ് ഡിസ്റ്റ്, ഈ മൂഡൊക്കെ എല്ലാവർക്കും അങ്ങോട്ട് മാറും. അതുകൊണ്ട് റസൂൽ പറഞ്ഞ നീ കോപിക്കരുത്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പൊ മൂഡ് ഡിസ്റ്റ് പണ്ട് റസൂൽ പറഞ്ഞാണ്. അപ്പൊ പുതിയ ഉണ്ടായതൊന്നല്ല. അപ്പൊ ഞാൻ മൂഡ് ഡിസ്റ്റോടെ അതല്ലേ ക്ഷമിക്കണം എന്ന് നബി പറഞ്ഞത്. മൂഡ് ഡിസ്റ്റ് ക്ഷമിക്കണം എന്ന് റസൂൽ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇങ്ങനെ മൂഡ് മാറുമ്പോ ഞാൻ പൊട്ടിത്തെറിക്കും. അപ്പൊ പൊട്ടിത്തെറിക്കാൻ എല്ലാരും മക്കളെ മൂഡ് മാറാണ്, മൂഡ് മാറുമ്പോ ഞാൻ പൊട്ടിത്തെറിക്കും. ആരൊന്നും വിചാരിക്കരുത്. അങ്ങനെയല്ല, മൂഡ് മാറുമ്പോ ക്ഷമിക്കാം, വേറൊന്നുമില്ല. വിട്ടുവീഴ്ച ചെയ്യാ, കോപിക്കാതിരിക്കുക, സെൽഫ് കൺട്രോൾ. എന്താ സബർ പറഞ്ഞാല് ഇംസാക്കുൽ ഖൽബാണ്, ഹൃദയത്തെ പിടിച്ചേക്കണം. അത് ചെയ്യാം, അല്ലാതെ എല്ലാം തീർക്കലല്ല. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? ദേഷ്യമൊക്കെ വരുമ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും അമർശങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ചെയ്തു തന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർക്കാം.
അങ്ങോട്ട് ഇങ്ങോട്ട് കൈമാറിയതിനെ കുറിച്ച് ഓർക്കുക. അല്ലാതെ നെഗറ്റീവ് അന്ന് അങ്ങനെ തന്നെ അതിന്റെ മുന്നിൽ അങ്ങനെ തന്നെ അവിടെ കൊണ്ടിട്ട് അങ്ങനെ ആക്കി ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ ആക്കി അല്ലേ എന്നല്ലെങ്കിൽ നല്ല സാധനം ഇത്ര കാലായിട്ട് ഇങ്ങനെ ഒരു നല്ല സാധനം കൊണ്ടത് എനിക്ക് ഓർമ്മല്ല. അത് നന്നാവില്ല ഉറപ്പല്ലേ? കാരണം നിങ്ങളെ ഈ മൂപ്പര് കൊണ്ടുവന്നാണല്ലോ. നിങ്ങളീ മൂപ്പര് കൊണ്ടുവന്നല്ലേ. അപ്പൊ ആ സാധനത്തിന് എത്ര നന്മണ്ട്, അതിനെ അത്ര നന്മ തന്നെ ഉണ്ടാവുള്ളൂ മൂപ്പര് കൊണ്ടുവരുന്ന സാധനത്തിന്. മനസ്സിലായില്ലേ? മൂപ്പര് തെരഞ്ഞെടുക്കണമൊന്നും റെഡിയാവില്ല. ഒരു സാധനം തെരഞ്ഞെടുത്താൽ റെഡിയാവില്ല. ഫസ്റ്റ് തെരഞ്ഞെടുത്ത് നിങ്ങളല്ലേ. അപ്പൊ അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് നന്നായി തന്നെ അതിനൊക്കെ ഉണ്ടാവുള്ളൂ. ചില അമ്മായിമ്മമാരെ ഇങ്ങനെ പറയും എത്തിനവളെ പറ്റ കുറച്ച് സുറുമുടിന്റെ പറയാതൊക്കെ. കാരണം എന്താ പറയുക, ഒരു വിവരമില്ലാത്തൊരു കുട്ടിനെ ഇങ്ങനെ എടുത്തോണ്ട് ഏൽപ്പിച്ചിട്ട് ഓക്കെത്തും അറിയില്ല പറഞ്ഞാൽ നിങ്ങൾ 5 പൈസക്കില്ല എന്നാണ്. ആ അമ്മായിമ്മയാണ് ഓളെ പഠിപ്പിക്കേണ്ട എല്ലാ സാധനവും. എന്നിട്ട് ആ അമ്മായിമ്മ ആൾക്കാരടി ഇറങ്ങിയിട്ട് ഓളത്തിനും പറ്റൂല പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളെത്തിനും പറ്റൂല എന്നാണ്. കുട്ടികളെ കുറ്റം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. കാരണം ടാങ്കിലുള്ള വെള്ളമല്ലേ പൈപ്പിൽ കൂടെ വരുള്ളൂ. പൈപ്പിൽ കൂടെ ശുദ്ധജലം ടാങ്കിൽ മാലിന്യം വരില്ലല്ലോ. അപ്പൊ അത് കുറച്ച് അങ്ങോട്ടും കിടക്കുന്നു. ഓർത്തിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുക, വികാരങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യുക, നന്മയെ കുറിച്ച് ഓർക്കുക, ദേഷ്യത്തെ പരസ്പരം അടിക്കാതിരിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാലം ജീവിച്ചു? മാ വറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ വലാ ഖാദിമൻ ഖത്തു. തന്റെ ജോലിക്കാരെയോ തന്റെ ഭാര്യമാരെയോ ഒരിക്കൽ പോലും റസൂൽ തല്ലിയില്ല. അയ്യോട്ടെ അല്ലേ? അപ്പോ തല്ലാതിരിക്കുക, വാക്കുകൾ സൂക്ഷിക്കുക, ഹേട്ടാക്കാതിരിക്കുക. ഒരു നിക്കാഹ് കഴിഞ്ഞൊരു കൗൺസിലിംഗ് കേസ് വന്നു. അപ്പൊ എന്താണ്, ഓൻ ഇടക്കിടക്ക് പറയും ഞാനേ ദുബായിക്ക് പോകാനുള്ള തിരക്കോണ്ട് വേറെ നോക്കാൻ സമയമില്ലാത്തോണ്ട് കെട്ടിയതാണ്. ഇല്ലെങ്കിൽ എത്രയോ നല്ല കിട്ടുന്നു. ഇത് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞാൽ ഓടെ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന പ്രശ്നമാണത്. ഏത് അന്നേക്കാൾ നല്ല കിട്ടുവിനി, അന്നേക്കാൾ നല്ല കിട്ടുവിനി. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ധൈര്യമായിട്ട് പറഞ്ഞൊന്ന് കിട്ടി, ധൈര്യമായിട്ട് പറയാം. കാരണം കിട്ടാനൊരു സാധനം. ഒരു പെണ്ണിന്റെ പ്രേതം കയറി ഒരുത്തന്റെ മേത്ത് കയറുന്നത്. അപ്പൊ ഒരു സ്വാമി പോയിട്ട് അത് ഇറക്കിയിട്ട് ഒരു കുടുക്കിയിൽ പേക്കാക്കിയിട്ട് ഇങ്ങനെ പോവാണ്. ഒരു ദാഹം തോന്നിയ ഒരു കൂൾബാറിലെ വെച്ചിട്ട് ഒരു ജ്യൂസ് കുടിച്ചു. അപ്പൊ കൂൾബാറും ചോദിച്ചു കുടുക്കിയിൽ എന്താണ്? അത് മറ്റേ ഇവന്റെ ബാംഗ്ലൂർ പഠിക്കുന്ന ചെക്കൻ എന്തോ പെണ്ണിന്റെ ആത്മാവ് കയറിയത്, അതിനെ ഇറക്കിയിട്ട് കുത്തിയേക്കുകയാണ്. അപ്പൊ ജ്യൂസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു യുവാവ് എന്നിട്ട് ചോദിച്ചു ഈ കുടുക്ക കൊടുക്കണ ചോദിച്ചു. എന്തിനാണ് എനിക്ക് നിങ്ങൾ എന്ത് പൈസ വേണമെങ്കിൽ തരാം, അതെനിക്ക് വേണം. ഏത് ആ കുടുക്കിയിലുള്ള ആ പെണ്ണിന്റെ ആത്മാവില്ലേ ആ പ്രേമം എനിക്ക്. എന്തിനാണ് നാട് മുഴുവൻ തെണ്ടിയിട്ട് ഒരു പെണ്ണ് കിട്ടാനല്ല, ഈ ഒരു എന്താ പറയാ പ്രേതത്തിന്റെ ആത്മാവെങ്കിലും കൊണ്ടുപോയിട്ട് അതിന്റെ കൂടെ ജീവിക്കട്ടെ. ആ ഒരു ഗതികേടാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പൊ എന്താ ചില ആൾക്കാർ ഇങ്ങനെ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന തരത്തിലുള്ള വർത്താനങ്ങൾ പറയും. ഒരിക്കലും പറയാൻ പാടാത്ത വർത്താനാണ്. എന്താണ് ഈ നിങ്ങളുടെ മകളെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് ആ കയ്യും പിടിച്ചത് വാങ്ങിയ തരങ്ങള് മീശാക്കുന്ന പതിയുക ശക്തമായ കരാറാണ്. അയിമ വെച്ച് പൂമാടാൻ പറ്റില്ല. അതെ, തമാശക്ക് പറഞ്ഞാലും കാര്യത്ത് പറഞ്ഞാലും കാര്യമാണ് തൊലാക്ക്. ദേഷ്യം വന്നപ്പോ ഞാനെന്നെ തൊലാക്കില്ല. പിന്നെ കുറച്ച് ഞാൻ പത്തൊക്കെ ചൊല്ലി, ഞാൻ ചൊല്ലോ, ഞാൻ ജന്നെ ഞാൻ വിട്ടോ കഴിഞ്ഞ്. കാര്യത്ത് പറഞ്ഞാലും തമാശ പറഞ്ഞാലും തൊലാക്കാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കാം. അപ്പൊ പെണ്ണുങ്ങളെ പറയും നിങ്ങൾ ഒഴിവാക്കില്ല ഇഷ്ടമോ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ ആൾക്കാർ റെഡി ആയി നിൽക്കണോണ്ടേക്കാരാണ്. അങ്ങനെ റെഡി ആയിട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഹോട്ടലിൽ തൂങ്ങി, അവിടെ തൂങ്ങി, ഇവിടെ തൂങ്ങി, അവിടെ കൊന്ന്, ഇവിടെ കൊന്നൊക്കെ പറഞ്ഞേക്കാം. ഇപ്പൊ ഉള്ള കുറച്ച് ഉന്തിത്തള്ളി പോകേണ്ട സാധനമാണെങ്കിലും നിങ്ങളെ കൊല്ലുന്നില്ല ഇവര്. അതേനെ. അപ്പൊ ത്വലാഖ്, അനാവശ്യമായി ത്വലാഖ് ആവശ്യപ്പെടുന്ന സ്ത്രീകൾ ശപിക്കപ്പെട്ടവരാണ്. റസൂലുള്ളാഹി ശപിക്കപ്പെട്ട സ്ത്രീകളാണ് അവരെന്നാണ്. അതുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് സെക്യൂരിറ്റിനെ ബാധിക്കുന്ന കോലത്തിൽ ഒന്നുണ്ട്. ഞാനോ ഇച്ചോ വലുത്, എന്റെ പെരക്കാരോ എന്റെ പെരക്കാരോ വലുത്, നമ്മുടെ ജീവിതമാണ് വലുത്. കുറച്ച് കാലമുള്ളൂ. എന്റെ അടുത്തൊരു കേസ് വന്നിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും വിട്ടുകൊടുക്കില്ല. സാർ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ഇവർക്ക് 10, 45, 48 വയസ്സൊക്കെയായി, 50 വയസ്സിലൊക്കെ ഓക്കെ. ഏതാണ്ട് അതിന്റെ താഴെയുള്ള വയസ്സായി. ഇനിയിപ്പോ കുറച്ച് കാലം നിങ്ങൾക്ക് ഇതിങ്ങനെ അടിച്ചു തീർന്നിട്ട് എന്താ കാര്യം? പക്ഷെ ഭയങ്കര ചൂട്.
അവസാനം എന്നോട് ചൂടായി ഒരു ടീച്ചർ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, പോവല്ലേ, നിങ്ങൾ കൊണ്ടുവന്ന ഫ്ലാസ്ക് ഉണ്ട്, അത് കൊണ്ടുപോയിക്കോളി, അതുകൊണ്ട് പോയിക്കോട്ടെ. ഇന്ന് മുമ്പിൽ പോയിട്ട് പെരി പോയിട്ട് ഇങ്ങനെ ഒത്തുന്ന ആലോചിച്ച് ആ മൊഴിയരോട് ഞാൻ ചൂടായിരുന്നു. അപ്പൊ എന്റെ ചൂടിന്റെ ഈ കുടുംബത്തിലെ പ്രശ്നത്തിന് ഭയങ്കര കാരണം. അങ്ങനെ മൂപ്പരോട് മാറി ചിന്തിച്ച് ഇപ്പൊ അൽഹംദുലില്ലാ രണ്ടോ നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട്. അത് നിലനിർത്തി കൊടുക്കട്ടെ. അപ്പൊ ഇതെന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഭാര്യയും ഭർത്താവ് നല്ല ഇണക്കത്തിൽ പോവുക. പിന്നെ മക്കളുടെ കാര്യമാണ്. മക്കളുടെ മുന്നിൽ നമ്മൾ ഏറ്റവും നല്ല മാതൃകയാവുക, അവർക്ക് വേണ്ടി നല്ല പ്രാർത്ഥിക്കുക, മക്കൾക്ക് കൊടുക്കേണ്ട തെർബിയത്ത് കൃത്യമായിട്ട് കൊടുക്കുക. കുട്ടികൾ നല്ലവരാകുന്നതും ചീത്തയാകുന്നതും നമ്മുടെ വളർത്തുദോഷമാണ്. നമ്മുടെ നന്മനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എന്താ പറയാ, ഞാൻ അവനെ പഠിപ്പിക്കലുണ്ടേ, ഞാനവനെ നോക്കലുണ്ടേ, അതാക്കലുണ്ടേ, ഇതാക്കലുണ്ടേ എന്ന് പറയും. എന്നാ വല്ല കുഴപ്പമുണ്ടെങ്കിലോ മൂപ്പര് അതാ എന്റെ സ്വഭാവം കൂടെ അറിയാം, നിങ്ങളതേ സ്വഭാവം മൂർച്ചമായി വർത്താനം കേട്ടത് നിങ്ങള് ബാപ്പാന്റെ അറിയാസ് നമ്മളാണെങ്കിൽ അങ്ങോട്ടും പറഞ്ഞു ആ എന്റെ സ്വഭാവം എന്റെ വ്യക്തിയാണ്. ഇത് രണ്ടാളുടെ കൂട്ടുത്തരവായിട്ടാണ്. ഒരു സഹോദരന്റെ അടുത്തോട്ട് പറഞ്ഞു, നിങ്ങൾ മൂപ്പരോടെ, മൂപ്പരിന്റെ ഫ്രണ്ടാണ്, നിങ്ങൾ മൂപ്പരോട്, നമ്മുടെ യൂത്തിന്റെ ഭാരവാഹിയാണ്, മൂപ്പരോട് ഒഴിവുണ്ടാവുമ്പോഴെങ്കിലും ഒന്ന് പരീക്ക് നേരത്തെ വരാൻ പറയണം. അപ്പൊ എന്താ വെച്ചാൽ പള്ളിക്കോലായി വരുന്നിട്ട് നാട്ടെടുത്താലും പറഞ്ഞ ഭയങ്കര സുഖമാണ്. അങ്ങാടി നമ്മളെ പണ്ട് അങ്ങാടിയിലേനി വീടിക്ക് വലിച്ചിങ്ങനെ സിനിമാക്കരി പറഞ്ഞിട്ട് ഇതായത്ത് കിട്ടിയപ്പോ പിന്നെ പള്ളിക്കോലായി ഇതായി. പിന്നെ അവിടെ നിന്ന് ചങ്ങായിമാരൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഒരു ചായയും മറ്റേ പരിപ്പോടൊക്കെ കഴിച്ച് പിന്നെ ഇശാ നിസ്കരിച്ച് പിന്നെയും കുറെ നേരം വർത്താനം പറഞ്ഞാൽ 10 മണിക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോ ആടോ കുട്ടികളൊക്കെ ഇറങ്ങിയോ? ആ ഇറങ്ങി, നല്ല സുഖം, വച്ചില്ല വരടില്ല അല്ലെ, അങ്ങനെ സൂചിച്ചണ്ട കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ നേരത്തെ പോവാ, ഒരു ദിവസം നമ്മൾ കുട്ടികളെ വായിപ്പിക്കുക, പോലെ വിവരം വിദ്യാഭ്യാസം എങ്ങനെയുണ്ട് നോക്കുക. അപ്പൊ നമ്മൾ പറയുന്നത് എനിക്ക് വേറുള്ള വിദ്യാഭ്യാസം അല്ല, ഞാൻ 3ാം ക്ലാസ്സാണ്, ഞാൻ 10ാം ക്ലാസ്സാണ്. നിങ്ങൾ ഇനി PhD ആണെങ്കിലും നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കരുത്. ഇതൊക്കെ ഇയാൾ പറയുന്നത് തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കരുത്. നിങ്ങൾ കുട്ടികളുടെ അടുത്ത് നിന്ന് പഠിക്കുകയാണ് വേണ്ടത്. ഒരു കുട്ടിനെ പോലെ ഓരോരുത്തർ ഇരുന്നിട്ട് ചോദിക്കുക, അതെത്താണ്, അതെത്താണ്, ഇതെങ്ങനെയാണ്, അതെങ്ങനെയാണ് ഓരോട് ചോദിച്ച അപ്പൊ ഞമ്മക്ക് ഓരോ തരുന്ന ആൻസറിന് മനസ്സിലാവും ഓൻ പഠിക്കുന്നുണ്ടോ, ഓന് ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ, ഓന് മദ്രസയിൽ നിന്ന് പാഠം പഠിച്ചിട്ടുള്ളോ, ഈമാൻ കയറിയിട്ടുണ്ടോ എന്നൊക്കെ അപ്പം മനസ്സിലാവും. അല്ലാതെ നമ്മൾ പോയിട്ട് ഇതിങ്ങനെ വായിക്കും, അതങ്ങനെ വായിക്കും, ഇതിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് തരണം. പിന്നെ കുട്ടിയോടും വിചാരിച്ചു അയാൾ വരാൻ മതി, വെറുതെ നാട്ട പണിക്കുന്ന ഇത് വെറും ATM കൗണ്ടറായിട്ട് മാത്രം മാറും നമ്മൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇത് ഓത്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, അങ്ങനെ അല്ലാത്ത തെറ്റുണ്ടോ ഇങ്ങോട്ട് തിരിച്ചു ചോദിപ്പിച്ച കഴിഞ്ഞു നമ്മളത്. അപ്പൊ അതിന് നിൽക്കണ്ട, ഒരു വെല്ലുവിളിക്കൊന്നും പോകാതൊക്കെ എന്നുണ്ട്, ഒരു നല്ലതിലേക്ക് പോവാം. ഉമ്മമാരുടെ കാര്യത്തിൽ നമ്മൾ നല്ലോണം സഹായിക്കുക, വീട്ടിലെ ജോലിയൊക്കെ സഹായിക്കുക, പ്രശ്നം അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ മക്കളുടെ കാര്യത്തിൽ രണ്ടുപേരും കൂട്ടുത്തരവാദിത്തമായിട്ട് ചെയ്യാം. നിങ്ങൾ പെരിയെ പോയിട്ട് ഇങ്ങനെ പറയണ്ട, ഏത് പറഞ്ഞിട്ടില്ലേ, മനഃപൂർവ്വമല്ല. ഞങ്ങളെ പോലെ ആണുങ്ങള് മനഃപൂർവ്വമല്ല, ആഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങളെ സഹായിക്കാനൊക്കെ, പക്ഷെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ ആ ലിമിറ്റേഷൻസിനിടയിൽ നിന്നിട്ട് വല്ലപ്പോഴും ചെയ്യുന്നെങ്കിൽ അത് വലിയ കാര്യമായിട്ട് നിങ്ങൾ കാണണം കേട്ടോ. അതല്ലാതെ മൊലുവെന്താ പറഞ്ഞേ ഇങ്ങനെ ചോദിച്ചാൽ നിൽക്കണം. നീ ചങ്ങന്മാരെന്നെ കാണുമ്പോ തട്ടിയിടും. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഒക്കെ ഇങ്ങോട്ട് മറിച്ചിടാനല്ല, പരസ്പരം അങ്ങോട്ടോട് സഹായിച്ച് കൂട്ടുത്തരവാദിത്തമായിട്ട് ചെയ്യുക. രണ്ടുപേരും ഒരേ ഡ്യൂട്ടി അല്ല ചെയ്യേണ്ടത്, എങ്കിൽ പോലും ചില ഡ്യൂട്ടികൾ പരസ്പരം സഹായിക്കാം. കുട്ടികളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ രണ്ടുപേർക്കും വേണം. എല്ലാം നമ്മൾ പഠിച്ചിട്ടാ ചെയ്യുന്നത് അല്ലെ, എങ്ങനെ മന്തി ഉണ്ടാക്കാം യൂട്യൂബിൽ അടിച്ചു. പക്ഷെ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യല്, നമുക്ക് തോന്നുന്നൊക്കെ ചെയ്യല അല്ലെ. ചിലപ്പോ അടിച്ചു പരത്തും, ചിലപ്പോ കുട്ടി നിർത്തും വാക്കുകൾ കൊണ്ട്, എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ഒക്കെ പാടും ചെയ്തിട്ട് അവസാനം എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആക്കണം എന്നാണ് ആകും. ഈ പോക്ക് പോയി നല്ലോണം ആകും. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചൊക്കെ ഒന്ന് പഠിക്കണം. ഒരുപാട് പഠിച്ച് കലക്കി കുടിച്ച് സൈക്കോളജി ആണെന്നല്ല, അങ്ങനെ എല്ലാ സൈക്കോളജിയും പഠിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയൂല. കുറച്ചൊക്കെ പഠിക്കണം. കുറച്ചൊക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് കുട്ടികളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവണം. എങ്കിലേ അവരുടെ കഴിവുകൾ വളർന്നു വരുള്ളൂ. ഒരു തെറ്റ് തിരുത്തുമ്പോ നമ്മൾ എന്താണ്, കുട്ടിനെ വിമർശിക്കുകയാണെന്ന് തോന്നരുത്. എന്റെ ഉപ്പാക്കിനോട് ദേഷ്യം, എന്റെ ഉമ്മാക്കിനോട് ദേഷ്യമാണ് എന്ന് തോന്നരുത്. പിന്നെ എന്താണ്, ഈ തെറ്റ് തിരുത്തിയാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട്, ഈ നന്മ ഞാൻ ചെയ്താൽ ഇന്ന ഗുണം എനിക്കുണ്ട്, അതിനാണ് എന്റെ ഉമ്മ എനിക്ക് പറഞ്ഞത്. അപ്പൊ നമ്മൾ വളർത്തുകയാണ്, അല്ല പടവും വളർത്തുന്ന മാതിരി വളരട്ടെ എന്നാണ് വളർത്തുക. അപ്പൊ നമ്മൾ നല്ല ചെയ്യൽക്ക് അവരെന്ത് ചെയ്യണം,
വളർത്തണം, അവർക്ക് വേണ്ട എല്ലാം കൊടുത്തവരെ വളർത്തുക, ജീവിക്കാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, നല്ല കൂട്ടുകാരെ സെറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ കൂടെ സന്തോഷങ്ങളിൽ പങ്കുവെക്കുക, അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. നിങ്ങളവിടെ എന്നെ സ്നേഹിച്ച് ഇങ്ങനെയാണ് ആൾക്കാർ ചോദിക്കുക. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? നികത്തണം. നമ്മളൊരു കാര്യം ഓരോട് നമ്മൾ പറയണേ, ജി നല്ല മുടിയൊക്കെ വെട്ടണം കേട്ടോ, ജി നല്ല ഡ്രസ്സൊക്കെ ധരിക്കണം കേട്ടോ എന്ന് നമ്മൾ ഓനോട് പറഞ്ഞാൽ ഓനത് അനുസരിക്കണമെങ്കിൽ നമ്മൾ എന്തിനാ അറിയുന്നത്? നമ്മൾ ഓന് വിലപ്പെട്ട ആളായിരിക്കണം. അപ്പൊ ആ വില നമ്മൾ നേടിയെടുക്കണം. ഉമ്മ നേടിയെടുക്കണം, ഉപ്പ നേടിയെടുക്കണം. നമ്മളെന്താ പറയല്? ഞാൻ എന്നെ കഷ്ടപ്പെട്ട് പോറ്റിയില്ലേ, ഞാൻ എന്നെ അതാക്കിയില്ലേ, ഞാൻ എന്നെ ഇതാക്കിയില്ലേ, അതുകൊണ്ട് നീ എന്നെ അനുസരിക്കണം. അതുകൊണ്ട് അനുസരിക്കണം എന്നുള്ളതല്ല, കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വ്യക്തിയായി മാറണം. ഓരോ കൂടെ ജീവിച്ചിട്ടും, ഓരോ സ്നേഹിച്ചിട്ടും, ഓരോ ഗുണങ്ങൾ കണ്ടിട്ടും, ഓരോ പടിപടിയായി വളർത്തിയിട്ടും ഓരൊക്കെ എന്തെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറായിട്ട് മാറും. ഞങ്ങളുടെ ക്യാമ്പിൽ 10ാം ക്ലാസ് കൊണ്ട് 28 ആളായി. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആലോചിച്ചപ്പോ ചിലർക്ക് ടീച്ചേഴ്സ് എഴുതി, ചിലർക്ക് ഫ്രണ്ട്സ് എഴുതി, കുറച്ച് ആൾക്കാർ ബാപ്പാന്ന് എഴുതി, ബാക്കിയുള്ളവർ ഉമ്മാന്ന് എഴുതി. മനസ്സിലായോ? അപ്പൊ അത് എന്താ വെച്ച് കഴിഞ്ഞാല് ആ എഴുത്തിൽ നമ്മൾ വരണം. അതിന് നമ്മൾ കുട്ടികളുമായിട്ട് ഏറ്റവും നല്ല നിലക്ക് കൈകാര്യം ചെയ്യാം. കുട്ടികൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണോ അത് നമ്മൾക്ക് കൊടുക്കാം. ദീന് പകർന്നു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവരെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവരുടെ ഗുണങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് ഹലാലായ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവരോടൊപ്പം കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥത പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഉമ്മ, എന്റെ ഉപ്പ, അവർ എന്റെ മുമ്പിൽ റൈറ്റാണ്. കുട്ടികൾക്ക് നമ്മൾ ചെയ്യുന്ന റോങ് ആയിട്ട് തോന്നൂല. അതുകൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ എപ്പോഴും റൈറ്റായി നിൽക്കുക, നല്ലവരായി നിൽക്കുക, വീട്ടിൽ നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, അനാവശ്യമായ കൂട്ടുകെട്ടിലേക്ക് പോകാതെ നമ്മൾ സൂക്ഷിക്കുക. ഓരോ ഡ്രസ്സിന്റെ കാര്യത്തിലും, ഓരോ മുടിന്റെ കാര്യത്തിലും, ഓരോ ഫ്രണ്ട്സിന്റെ കാര്യത്തിലും, ഓരോ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ പിന്നാലെ പോകുന്ന കാര്യത്തൊക്കെ ജാഗ്രത കാണിക്കുക. പിന്നെ നമ്മൾ പറയും ഫോൺ അഡിക്റ്റാണ്, അത് അഡിക്റ്റാണ്, ഇത് അഡിക്റ്റാണ് ഒക്കെ പറയും. അതിനൊക്കെ റെമഡി ആയിട്ട് പുസ്തകങ്ങളും കുട്ടികൾക്ക് താല്പര്യമുള്ള തോട്ടങ്ങളും അവർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മറ്റ് ആക്ടിവിറ്റീസിലും അവരെ എൻഗേജ്ഡ് ആക്കിയിട്ട് അവരെ ഫോണിന്റെ ലോകത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ ഇസ്രായേലിലൊക്കെ ഒരുപാട് സാധനങ്ങൾ, കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. മദ്രസ കഴിഞ്ഞ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരെ ഉടൻ നമ്മുടെ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമാക്കുക. അതൊരു സേഫായ വഴി ഞാൻ കാണുന്നു. വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ഭാഗമാക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും? വൈകേടിന്റെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ഇതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, മാതാപിതാക്കൾ നമ്മുടെ വീട്ടിൽ സേഫായിരിക്കണം. അവർക്ക് ആശങ്കയുണ്ടായിരുന്നു, അവർക്ക് ആധികലുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഈ പഴയ തറവാട് വിട്ട് നമ്മൾ ഉമ്മി ബാപ്പര് പോരൂല. എന്നാ അത് പൊളിച്ചല്ല വായിച്ചാല് അതൊക്കെ പൊളിച്ചിട്ടുണ്ടാകും. കാരണം എന്താ പറയുക, ഒരു ഇൻസെക്യൂരിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നു. നമ്മളെ മക്കളാണെങ്കിലും മക്കളൊക്കെ വലിയ വീടുണ്ടെങ്കിലും അവർക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓരോ വീട് വിട്ടു പോരാൻ അവർക്കൊരു പേടിയാണ്. കാരണം നമ്മൾ ഓർക്കൊരു ഭാരമാകുമോ അങ്ങനെയൊക്കെ ഒരു ആധിയാണ്. ആ ഒരു ആധി ഒരിക്കലും നമ്മുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. മാതാപിതാക്കളെ പൊന്നുപോലെ പോറ്റുക എന്നുള്ളത് നമ്മുടെ വിജയത്തിന്റെ അടയാളമാണ്. ആരെ തൃപ്തിയിടും കാര്യമില്ല, ഉമ്മാന്റെ ഇപ്പാന്റെ തൃപ്തി കിട്ടണം. അവരെ പ്രാർത്ഥന കിട്ടണം, അവരുടെ പരിഗണന കിട്ടണം, അവരുടെ വാത്സല്യം കിട്ടണം. അത് കിട്ടിയോ നമ്മളിങ്ങനെ വെച്ചടി കയറ്റായിരിക്കും നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു നിലക്ക് പരിഗണിക്കണം. നല്ല സ്നേഹത്തിലും വാത്സല്യത്തിലും ബഹുമാനത്തിലും അവർ പറയുന്ന അനുസരിച്ച ബന്ധപ്പെടുത്തും. അല്ലെ, ഒരു ഏകോണിച്ച് മുടിയും വെട്ടി കയറി വന്നാല് ഉമ്മാക്ക് ഇഷ്ടമുണ്ടോ? ഉപ്പാക്ക് ഇഷ്ടമുണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രേമിച്ച ആളെ കല്യാണം കഴിച്ചാൽ നമുക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ, ബാക്കി ആർക്കും ഇഷ്ടമല്ല. എത്ര കൊണ്ട് കാര്യം? എന്നാൽ നമുക്ക് ഉമ്മയുടെ തൃപ്തി കിട്ടും, ഉപ്പയുടെ തൃപ്തി കിട്ടും, കുടുംബത്തിന്റെ സപ്പോർട്ട് കിട്ടും. അത് ചൂസ് ചെയ്യല്ലേ ഏറ്റവും നല്ലത്. ബാക്കിക്ക് എന്തൊക്കെ ഗുണം ചേർന്നാലും. അതുകൊണ്ട് അതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷകരമായ ജീവിതം കിട്ടും. അപ്പൊ നമ്മുടെ ഉമ്മനി ബാപ്പനി പ്രായമാകും തോറും നമ്മൾ കൂടുതലായിട്ട് കൺസിഡർ ചെയ്യണം. കടയിൽ കൊണ്ടുപോവുക, അവർക്ക് വേണ്ടത് വാങ്ങാൻ സൗകര്യം ചെയ്ത് കൊടുക്കുക. അല്ലാതെ ഏതെങ്കിലും പുള്ളിക്കണ്ണം വാങ്ങിയിട്ട് അമ്മക്ക് ജോബ് മാക്സി ഇഷ്ടം, എല്ലാ പെരുന്നാൾക്കും എന്നെ ഇഷ്ടം, എന്നിട്ട് നമ്മൾ നല്ല നല്ല സാധനം നോക്കിയെടുക്കുക. ഉമ്മാക്ക ചോപ്പ് പുള്ളിക്കണ്ടിട്ട് ഇങ്ങനെ ചെല്ലും, ഇതാണ് ഇഷ്ടപ്പെട്ട സാധനം, എന്റെ ഇമ്മാനം കൂട്ടി അത് കാറിന്റെ സ്ഥലം ചെയ്യുന്നു. നമ്മളെ മടിയിൽ വെച്ചിട്ടല്ലോ കൊണ്ടായിരുന്നു അല്ലേ? നമ്മളെ കൊണ്ടുപോകാൻ ഉമ്മാന്റെ ബാപ്പാന്റെ കാറിന് സ്ഥലം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ കൊണ്ടുപോകാൻ മാത്രമാണല്ലോ ബാപ്പ കാറ് വാങ്ങിയത്, അല്ല ബാപ്പാക്ക് പോകാനല്ലല്ലോ. ഇപ്പൊ ഞമ്മക്ക് എന്തും ആയപ്പോ ഞമ്മക്ക് ഉമ്മാനെ നോക്കാൻ സമയമല്ല, ഉപ്പാനെ കൊണ്ടാൻ സമയമല്ല. ഞാന് ഇടുക്കി എറണാകുളത്തൊരു പ്രോഗ്രാമിൽ പോയി ഒരു ഹോട്ടലിൽ ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ആ വലിയൊരു ഹോട്ടൽ, അതിന്റെ ഓണർ
വയസ്സായ ഉമ്മാനി ബാപ്പാനി അതിന്റെ റിസപ്ഷനിൽ കൊണ്ട് നിർത്തിയിരുന്നു. അപ്പൊ ഭക്ഷണം കഴിച്ചിറങ്ങുമ്പോ എന്നോട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞതിന്റെ ഓണറാണെന്ന് പറഞ്ഞു. ഞാൻ സലാമൊക്കെ പറഞ്ഞു പരിചയപ്പെട്ട്. അപ്പൊ മൂപ്പരിനോട് പറഞ്ഞു, ബാപ്പിന്ന് ഒരു കാലത്ത് ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് ഇപ്പൊ വയസ്സായപ്പോ മൂപ്പർക്ക് വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഇതാണ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിരുത്തും, ചിലപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ഇരുത്തും, ചിലപ്പോൾ അവിടെ കൊണ്ടുവന്നിരുത്തും. അപ്പൊ എനിക്കൊരു സമാധാനം, ഇടയ്ക്ക് പുറത്തു പോകും. അപ്പൊ വയസ്സായ ഉമ്മാനി ബാപ്പാനി ഓന് മാറ്റി ഒരുക്കിയിട്ട് കൊണ്ടുവന്നിരുത്തിയേക്കാണ്. അപ്പൊ ഞമ്മക്കൊരു ഇതാണ്, ഏത് ഉമ്മക്കൊരു ബാഗ് വേണം, ഉമ്മാനെ കൊണ്ടുപോവാ. ഈ വണ്ടൂര് ഏറ്റവും നല്ലൊരു കടയിൽ കയറ്റിയിട്ട് ഉമ്മാനോട് പറയാ, ഇതൊക്കെ ബാഗാ, ഏതാ വേണ്ടി ഓരോന്നെടുത്ത് തുറന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഉമ്മ ഇങ്ങനെ പറയും, ചെറിയ വിലന്റെ മതി, ചെറിയ വിലന്റെ മതി, ചെറിയ വിലന്റെ മതി. നിങ്ങൾ ഏറ്റവും വില കൂടിയ സാധനങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഉമ്മാക്ക് വാങ്ങിച്ചു. മനസ്സിലായി? അവിടെ കണക്കേ നോക്കരുത്. നമ്മൾ ഭാര്യയും കുട്ടികളൊക്കെ പോകുമ്പോ കണക്ക് നോക്കണം അല്ലെ, അത്ര വിലയാണ്, അത്ര വിലയാണ്, ഒക്കെ നോക്കിക്കോളി. പക്ഷെ ഉമ്മാക്കും പാക്കും കൊടുക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണ്ട, കണക്ക് നോക്കണ്ട, വില നോക്കണ്ട, ഉണ്ടോ ഇല്ലേ നോക്കണ്ട. കാരണം ഉണ്ടോ ഇല്ലേ നോക്കാതെ നമ്മൾ കരഞ്ഞപ്പോ നമുക്ക് വേണ്ടത് വാങ്ങിത്തന്നവരാണ് ആര്? ഉമ്മിബാപ്പ. എത്ര ഉറുപ്പ്യ ചെലവാക്കുന്ന ഒരു മകനെ നോക്കാന് അല്ലെ? ഒരു 15 വയസ്സാണ് കാലം, അത്രയും എത്ര ഉറുപ്പ്യ ചെലവാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മക്കൾ എന്ന നിലക്ക് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജീവിതം സേഫ് ആയിട്ടിരിക്കുമ്പോ ആ കുടുംബം ഏറ്റവും നല്ല സന്തോഷവും സമാധാനത്തിനുമായിരിക്കും. ഭാര്യ ഭർത്താവ് നല്ല സന്തോഷത്തിലാണ്, മക്കൾ ഹാപ്പിയാണ്, മക്കൾ പാരന്റ്സിനെ പൊന്നുപോലെ നോക്കുമ്പോ പാരന്റ്സും ഹാപ്പിയാണ്. പിന്നുള്ളത് നമ്മുടെ കുടുംബക്കാരാണ്. കുടുംബക്കാരൊക്കെ ആയിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കും. ഇപ്പൊ എന്താ പറയുക, ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുക എന്നുള്ളതാണ്. മനോ എന്താ വർത്താനം, സുഖമാണ്, കുറെ ആയി വരണൊക്കെ വിചാരിച്ചിട്ട് അല്ലേ, എന്തൊക്കെ വിളിച്ച്, അതെ ഞാനേ പിന്നെ ഉപരി ആവശ്യം ഉണ്ടായി വിളിച്ചാണ്. അതല്ല സുഹൃത്തുക്കളെ, ബന്ധം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ബന്ധം ചേർക്കുന്നത് അല്ലെ. അർഷുമായി കൂട്ടിഘടിപ്പിക്കപ്പെട്ടതാണ് കുടുംബ ബന്ധം എന്നുള്ളത്. അതുകൊണ്ട് കുടുംബ ബന്ധം ചേർത്ത് എല്ലാവരും നല്ല ബന്ധമുണ്ട്. അപ്പൊ വർഷത്തില് ഒരു പരിപാടി കുടുംബബന്ധം നമുക്ക് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരമാണിത്. അതിന്റെ അല്ലാത്ത കാണാൻ പറ്റാത്തത് ഇത് ഏതുപോലെയാണ്. ചില ക്രിസ്മസ്, ഓണം ഇതിനൊക്കെ തിന്നാൻ പള്ളറച്ച് പിന്നെ കുറച്ച് തിന്നാൻ പോയിട്ട് ഓര് പറയും അത് സൗഹാർദ്ദം തന്നെ. ഓലുണ്ടാക്കിയിട്ട് വയറ് നിറച്ച് തിന്ന് പള്ളിയും പേർപ്പിച്ച് ഏമ്പക്കം വിട്ടു പോരുന്നതിന് അത് എപ്പോഴാ സൗഹാർദ്ദം? നമ്മൾ ഓരോ നോക്കണ്ടേ, ഓരോ നമ്മളെ സഹായിക്കണ്ടേ, ഓരോ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണ്ടേ. അതൊക്കെ എവിടെയാ പറഞ്ഞും കൂടെ നോക്കിയാണ് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണ്ടേ. ഏത് ടീച്ചറുള്ളത് ഹക്കുൽ മുസ്ലിം അല്ല മുസ്ലിം എത്തുന്നത് അല്ലേ? അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, വർഷത്തിൽ 365 ദിവസത്തില് ഒരു ദിവസം ഓണത്തിന് പോയി സദ്യ ഉണ്ണണല്ല. പിന്നെന്താ പറയുന്നത്, 365 ദിവസവും നമ്മുടെ അയൽവാസികളെ നമ്മൾ നോക്കണം, അവരെ നമ്മൾ പരിചരിക്കണം, അവിടുത്തെ കുറവുകൾ നമ്മൾ നികത്തണം, അവർ നമ്മളെ കുറിച്ച് ഓർത്ത് സമാധാനിക്കണം, നമ്മെ കുറിച്ച് ഓർത്ത് സന്തോഷിക്കണം. അബൂബക്കർ നാട് വിട്ടു പോകുമ്പോ ഇബ്നു തഖിനെയാണ് തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ പോകാൻ പാടില്ല വിടുന്നില്ല. നമ്മൾ നാട് വിട്ടു, നമ്മൾ വീട് മാറുക, നമ്മളെ അയൽവാസികൾ തന്നെ എപ്പോഴാ പോണേ, ആക്കി തരണം, വണ്ടി ഉണ്ടായിന്, വൈകണ്ട, 10 മണിക്കാ ട്രെയിന്, എന്നാ 8:30 തന്നെ ഇറങ്ങിക്കോളി അല്ലേ. ഇനിയിപ്പോ ട്രെയിനിട്ട് നേരത്തെ പോയാലോ, എത്രയും വേഗം ഇയാളെ ഒന്ന് തേക്കാക്കാൻ പറ്റുമെന്നാണ് ചില ആൾക്കാരെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാന് ഖുത്ബയിൽ ഇടക്കെടുത്ത് പറയും, സഹോദരന്മാരെ, നമ്മള് മരിച്ചാല് നമ്മളെ നാട്ടുകാർ പറയരുത് ഇയാള് മരിച്ചതോടുകൂടെ ഈ മഹലിലെ എല്ലാ പ്രശ്നവും തീർന്നു. ചിലർക്ക് ചെറിയൊരു കുത്താണ്, നമ്മള് അങ്ങനെ മനസ്സിൽ കുത്താൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. ഏത് നമ്മളങ്ങോട്ട് പോയപ്പോ കഴിച്ചിലായി അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു അയൽവാസിയായിട്ട് നമ്മൾ മാറരുത്. നമ്മുടെ സ്വത്തിൽ വരെ അവകാശം വേണമെങ്കിൽ കൊടുക്കണമെന്ന് തോന്നിപ്പോയി എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. അത്രയും നല്ലൊരു അയൽവാസി ബന്ധം. അപ്പൊ കുടുംബത്തിലുള്ള എല്ലാം നന്നായി കഴിഞ്ഞാൽ, കുടുംബ ബന്ധം നന്നായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അയൽവാസി ബന്ധം നന്നാക്കുക, നമ്മുടെ നാട്ടുകാരുമായി ബന്ധപ്പെട്ട ആ ഒരു ബന്ധം നമ്മൾ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പോ അവർക്ക് എന്തെങ്കിലും പ്രയാസം എല്ലാ രോഗമായി സന്ദർശിക്കാൻ, അവർക്ക് വല്ല ഹൈറും കിട്ടിയാൽ കള്ളക്കടത്ത് നടത്തി കായ് ഉണ്ടാക്കിയത് കാര്യം വലുതാക്കിയത് വെറുതെ അസൂയ കൊണ്ട് പറയും. ഓനെങ്ങനെ ഫുൾ A+ ആക്കാം, കോപ്പടിച്ചു. മന്ത്രി വരെ പറയുന്നത് മലപ്പുറത്തെ കുട്ടികൾ കോപ്പടിച്ചുണ്ട്. ഒരു ജില്ലയിലുള്ള പോയിന്റാണ് ഇത്, ഒരു അയൽവാസികളുള്ള പോയിന്റാണ്. നമ്മൾ എന്താ പറയണ്ടേ, മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്, അമ്മച്ചി ഓന് ഫസ്റ്റ് എനിക്ക് സെക്കൻഡാണ്, എന്റെ ഓന് ഫസ്റ്റ് എനിക്ക് എന്റെ ഓന് ഫസ്റ്റ് എനിക്ക് പറ്റിയില്ലേ, നിങ്ങൾക്ക് എന്നെ ഫസ്റ്റ് നടക്കൂ? അങ്ങനൊന്നുമില്ല. അവർക്ക് കിട്ടിയോ മാഷാ അല്ലാഹ് നല്ല കുട്ടിയാണ്, ബാറക്കല്ലാഹു ഫീക, എനിക്ക് സെക്കൻഡ് കിട്ടിയില്ല അൽഹംദുലില്ലാഹ്, അതും പഠിച്ചോന്ന റിവാർഡാണ്. അങ്ങനെ പറഞ്ഞാ പോരെ.
എന്തിനാ നമ്മൾ കുയിഞ്ചാട്ടം? അള്ള ഒരാൾക്ക് കൊടുക്കാൻ വിചാരിച്ചിന് നമ്മൾ കുയിഞ്ചാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളെ മനസ്സ് കേടന്നു പോകുന്നല്ലാതെ. അതുകൊണ്ട് അസൂയയില്ലാതെ, പകയില്ലാതെ, അവർക്ക് നന്മ കിട്ടിയാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ അഭിനന്ദിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അവരുടെ മരണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമാവുക. ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കാൻ പറ്റിയ നല്ലൊരു അയൽവാസി ബന്ധം, അവരുടെ രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുക, അവരുടെ സമ്പത്തിന് കാവലിരിക്കുക. അയൽവാസികളായ സ്ത്രീകൾ അപ്പുറത്തുണ്ടാകും, ഇവിടുന്ന് ഒഴിഞ്ഞു വെക്കുക. ഇവിടുത്തെ ആണുങ്ങളെ അപ്പുറത്തോടെ ഒഴിഞ്ഞു വെക്കുക. അതൊന്നും പാടില്ല. ഏറ്റവും അപകടകരമായ വ്യഭിചാരം എന്ന് പറഞ്ഞത് അയൽവാസികൾ തമ്മിലുള്ള വ്യഭിചാരമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ഒഴിവാക്കിയിട്ട് ഏറ്റവും നല്ല അയൽവാസി ബന്ധം കാത്തു സൂക്ഷിക്കുക. സമൂഹത്തിലുള്ള ആളുകളുമായിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ സമാധാനകരമായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. നാട്ടിൽ സമാധാനം ഉണ്ടാവും, വീട്ടിലും സമാധാനം ഉണ്ടാവും, കുടുംബത്തിലും സമാധാനം ഉണ്ടാവും, എല്ലായിടത്തും നമുക്ക് സമാധാനമുള്ള ഒരു ജീവിതം ഉണ്ടായിരിക്കും. അപ്പോ ദീനിന്റെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. സെക്കൻഡ്, നമ്മൾ ഓരോ സ്ഥലത്തും എങ്ങനെ ഇടപെടണമോ അങ്ങനെ ഇടപെട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മുടെ ഭാഗം ക്ലിയർ ആവുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഉമ്മ പേടിക്കണ്ട, അൻതി അലൽ ഹഖ്, നിങ്ങൾ സത്യത്തിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞത് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നിൽക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒരു ഉമ്മയോട് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് നമ്മൾ സ്ട്രൈറ്റ് വേയിലാണെന്നും നമ്മൾ ഓക്കെയാണെന്നും നമ്മൾ ദീന് പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നും ഉറപ്പിച്ചിട്ട് നമ്മുടെ കുടുംബത്തെ കൂടെ നമ്മുടെ നാടിനെ കൂടെ ആ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇസ്ലാമിക പ്രബോധനം നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. ആ ദൗത്യം നമ്മളെല്ലാവരും കൂട്ടുത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കണം. നമ്മുടെ മക്കൾ പോകുന്നത് പബ്ലിക് സ്കൂളിലേക്കാണ്. അവിടെ എല്ലാ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അതുകൊണ്ട് കുടുംബങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം. അതിന് എല്ലാ വീടുകളിലും നമ്മൾ പീസ് റേഡിയോ എത്തിക്കണം. എല്ലാ വീട്ടുകാരെയും ഇതുപോലത്തെ വിജ്ഞാന വേദിയിലേക്ക് നമ്മൾ ക്ഷണിക്കണം. നമ്മുടെ QHS ക്ലാസ്സുകളിലേക്ക്, നമ്മുടെ അയൽവാസികളിലേക്ക്, നമ്മുടെ ബന്ധുക്കളിലേക്ക് കൊണ്ടുവരണം. ഇന്ന് ഖത്തറിൽ വലിയൊരു ഗ്രൂപ്പ്, ബിസിനസ് ഗ്രൂപ്പിന്റെ MD, അദ്ദേഹം പിന്നെ നമ്മുടെ സ്കൂളിൽ വന്ന് എന്നെ കാണാൻ വരികയുണ്ടായി. എന്നെ കാണാമെന്നല്ല, അവരുടെ ഒരു കുടുംബ സംഗമം നടക്കുന്നുണ്ട്. അതിൽ നമ്മുടെ കണ്ണിയൻ ഡോക്ടറുടെ ഡേറ്റ് വാങ്ങിത്തരണം എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ അവർ പറഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുടുംബ സൽക്കാരമാണ്. ആ സൽക്കാരം നമ്മള് ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ രണ്ടുപേരും തലങ്ങും വിലങ്ങും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയാണ് ദീനിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ MD-മാരായ ആൾക്കാർക്ക് വരെ ഈ ദീനിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായിട്ടുണ്ട്. കുടുംബത്തെ ആ വഴിയിലേക്ക് നയിക്കണമെന്ന ബോധമുണ്ടായിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, ഈ ദഅവത്ത് നമ്മുടെ കൂട്ടുത്തരവാദിത്തമായിട്ട് നമ്മൾ കാണാൻ. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്, ലഹരി വ്യാപിക്കുന്ന കാലമാണ്, പുതിയ തലമുറ കുത്തഴിഞ്ഞു പോകുന്ന കാലഘട്ടമാണ്. അവിടെ നമ്മുടെ ദഅവത്ത് എന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സ്ഥാപനങ്ങൾ, മതം പഠിക്കാനുള്ള നമ്മുടെ മദ്രസകൾ, QHSകൾ, സ്കൂൾ ഓഫ് ഖുർആനുകൾ, അതുപോലെ തന്നെ ജാമിഅ അൽ ഹിന്ദ് പോലുള്ള സ്ഥാപനങ്ങൾ, ഇതിനെയൊക്കെ നമ്മൾ വളർത്തണം. ഇൻഷാ അല്ലാഹ് ഈ വണ്ടൂരിലും നമുക്ക് നല്ലൊരു തലയുയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ നമ്മൾ സ്വപ്നം കാണുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും വലിയ സേവനം അനുഷ്ഠിക്കേണ്ട ആൾക്കാര് നമ്മളാണ്. അതിലേറ്റവും ജീവിതത്തിൽ ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത എമൗണ്ടാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് ഞാൻ ആ പള്ളിയിലേക്ക് കൊടുത്തത്. നമുക്ക് പറയാൻ പറ്റണം. പണി കഴിഞ്ഞാൽ നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. മനസ്സിലായി? വിസ്ഡം ഹൗസ് പറഞ്ഞതുപോലെ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും പരമാവധി ആ ഒരു സ്ഥാപനത്തെ പടുത്തുയർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക, അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. പടച്ചറബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ. സമാധാനകരമായ ജീവിതം അല്ലാഹു ഇരു ലോകത്തും നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ നല്ല മുറാദുകളെ ഹാസിലാക്കുമാറാവട്ടെ. നമുക്ക് നേരെയുള്ള മുസീബത്തുകളെ അല്ലാഹു തടുക്കുമാറാവട്ടെ. നമ്മുടെ ദീനിനെയും നമ്മുടെ ദുനിയാവിനെയും നമ്മുടെ അഭിമാനത്തെയും പടച്ചിറപ്പ് കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അവന്റെ കരുണയുടെ തണലിൽ ഇരു ലോകത്തും ജീവിച്ചു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.